ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസ്പയർ. നമ്മൾ ഇന്ന് കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് MCQ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് കേരള PSC നടത്തുന്ന HSSTയിലെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന മൊഡ്യൂളിലെ മുഴുവൻ വർക്ക്സും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ടോപ്പിക് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് കരുതുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന വർക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അക്കോർഡിംഗ് ടു അഡോണോ, ഇൻ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി? കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന വർക്കിനെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ ഇൻഡസ്ട്രി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. സോ കൾച്ചർ ഇൻഡസ്ട്രി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൾച്ചർ ഇന്ന് വെറും ഒരു കമോഡിറ്റി ആയി മാറിയിട്ടുണ്ട്. ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമോഡിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ടു ടേൺ കൾച്ചർ ഇൻ ടു കമോഡിറ്റി ഫോർ പ്രോഫിറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: അഡോണോ ആർഗ്യൂസ് ദാറ്റ് കൾച്ചർ ഇൻഡസ്ട്രി റെൻഡേഴ്സ് ടെക്നിക്കൽ റാഷണലൈസേഷൻ ഇൻ വാട്ട് വേ? എങ്ങനെയാണ് കൾച്ചർ ഇൻഡസ്ട്രി ടെക്നിക്കൽ റാഷണലൈസേഷനെ റെൻഡർ ചെയ്യുന്നത്, അതിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള ഇറ്റ് അപ്ലൈസ് ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ടു കൾച്ചർ. ഇൻഡസ്ട്രിയിൽ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട്. അതേ രീതികൾ തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് കൾച്ചർ. അപ്പൊ കൾച്ചറിൽ ഇൻഡസ്ട്രിയൽ ഫോംസ് കൃത്യമായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ കൾച്ചറിൽ എന്തുണ്ടാവില്ല, പ്രോഡക്റ്റ് ഉണ്ടാവില്ല. ഒരു ഇൻഡസ്ട്രിയിൽ പ്രോഡക്റ്റ് ഉണ്ടാകും, കൾച്ചറിൽ പ്രോഡക്റ്റ് ഉണ്ടാകില്ല. എങ്കിൽ കൂടിയും ഇൻഡസ്ട്രിയിലെ അതേ സ്ട്രക്ചർ നമുക്ക് കൾച്ചറിൽ കാണാൻ പറ്റും. ലാഭം പ്രതീക്ഷിച്ചാണ് ഏതൊരു ഇൻഡസ്ട്രി നടക്കുന്നത്. കൾച്ചറും ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഡസ് അഡോണോ സെയ്ഡ് അബൌട്ട് സ്റ്റാർ സിസ്റ്റം? സ്റ്റാർ സിസ്റ്റത്തെ കുറിച്ച്, സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ സ്റ്റാർസ്, കായിക താരങ്ങൾ, അതെല്ലാം അതിനകത്ത് വരും. സ്റ്റാർ സിസ്റ്റം, ഇപ്പൊ ഒരു സ്റ്റാർ വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണം, എന്റെ എനർജിയുടെ രഹസ്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു, അല്ലെ? സോ ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ഇൻഡിവിജ്വലിസ്റ്റിക് ആർട്ട് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കലയിൽ നിന്ന്. ഇപ്പൊ നമ്മള് നല്ലൊരു ക്രിക്കറ്റ് താരം, വളരെ സക്സസ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരത്തെ കൊണ്ടായിരിക്കും ഇവിടെ പലപ്പോഴും എനർജി ഡ്രിങ്ക്സ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ അത് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുക പോലും ചെയ്യുന്നുണ്ടാവൂല. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആർട്ടിനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡസ് ദ കൾച്ചർ ഇൻഡസ്ട്രി ഇമ്പാക്ട് ദ കൺസ്യൂമർ അക്കോർഡിംഗ് ടു അഡോണോ? അപ്പൊ ഞാൻ റൈറ്റ് ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ, എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല. ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും വീഡിയോ കാണാതെ, അപ്പൊ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. സോ ഹൗ ഡസ് ദ കൾച്ചർ ഇൻഡസ്ട്രി ഇമ്പാക്ട് ദ കൺസ്യൂമർ അക്കോർഡിംഗ് ടു അഡോണോ? അഡോണയെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഒരു കൺസ്യൂമറിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. It enforces consumers to consume standardized products that specify them. അപ്പോൾ ഒരു കൺസ്യൂമറിന്റെ മുന്നിൽ എത്തുന്ന പ്രോഡക്റ്റുകൾ ഏകദേശം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റുകളായിരിക്കും, അല്ലെ? അപ്പൊ അത് വാങ്ങാൻ ഒരു കൺസ്യൂമറിനെ നിർബന്ധിതനാക്കുകയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ പണ്ട് ചായക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് തേയിലയായിരിക്കും, അല്ലെ? ഇന്ന് പലതരത്തിലുള്ള തേയിലകളുണ്ട്. എല്ലാം ഒന്ന് തന്നെയല്ലേ, ബ്രാൻഡുകൾ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ, അതിലെ ഇൻഗ്രീഡിയന്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ ചിലത് വാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോഴ്സ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്, Adorno argues that the distinction between the culture industry and genuine art is that. ഒരു കൾച്ചർ ഇൻഡസ്ട്രിയിൽ യഥാർത്ഥ ഒരു കലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, കൾച്ചർ ഇൻഡസ്ട്രി ഇഗ്നോർസ് ദ ലോസ് ഓഫ് ഫോം ആൻഡ് ഓട്ടോണമസ് ക്രിയേഷൻ. ഒരു കൾച്ചർ ഇൻഡസ്ട്രിയിൽ നിയമങ്ങളെ കുറിച്ച്, അതുപോലെ ഓട്ടോണമസ് ക്രിയേഷൻ, സ്വതന്ത്രമായിട്ടുള്ള ക്രിയേഷനെ കുറിച്ചൊന്നും നോക്കില്ല.
ഒരു ജെന്യുവിൻ ആർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ആർട്ട് ഉണ്ടാകേണ്ടത്, അതിന്റെ ക്രിയേഷന് കൃത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഒക്കെ നമുക്കൊരു ആർട്ടിൽ കാണാൻ പറ്റും, ഒരു ജെന്യുവിൻ ആർട്ടിൽ കാണാൻ പറ്റും. കൾച്ചർ ഇൻഡസ്ട്രിയിൽ അത് കാണാൻ പറ്റില്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സോ ഡിയേഴ്സ്, നമ്മൾ HSST യുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 100-ലധികം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ ഇടുകയാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളിലെ ഇന്ന് ചെയ്യുന്ന ക്ലാസ്സുകളുടെ അടക്കം PDF നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് 6-മത്തെ ചോദ്യം, വിച്ച് ഓഫ് സോഷ്യൽ തിയറീസ് അസോസിയേറ്റ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി. കൾച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂൾ ഓഫ് സോഷ്യൽ തിയറി ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ആണ് കേട്ടോ. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ആണ് കൾച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂൾ ഓഫ് സോഷ്യൽ തിയറി. Then 7-മത്തെ ചോദ്യം, Adorno argues that the term mass culture was replaced with culture industry primarily too. അപ്പൊ മാസ് കൾച്ചർ എന്ന ടേമിൽ നിന്നും കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടേമിലേക്ക് മാറാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എക്സ്ക്ലൂഡ് ഐഡിയ ദാറ്റ് ദിസ് കൾച്ചർ അറൈസസ് സ്പോണ്ടേനിയസ്ലി ഫ്രം ദ മാസസ് ദെംസെൽവ്സ്. ഒരിക്കലും ഇത് വളരെ സ്പോണ്ടേനിയസ് ആയി ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നതല്ല നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കൾച്ചർ. അതുകൊണ്ടാണ് മാസ് കൾച്ചർ എന്ന് പറയാതെ കൾച്ചർ ഇൻഡസ്ട്രി, അല്ലെ, ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഇവിടെ കൾച്ചർ ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അടുത്ത 8-മത്തെ ചോദ്യത്തിലേക്ക് വരാം. അക്കോർഡിംഗ് ടു അഡോർണോ, ഹൗ ഡസ് ദ കൾച്ചർ ഇൻഡസ്ട്രി ട്രീറ്റ് ദ കൺസ്യൂമർ. ഒരു കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഒരു കൺസ്യൂമറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ഓപ്ഷൻ സി, നോട്ട് ആസ് ഇറ്റ്സ് സബ്ജക്ട് ബട്ട് ആസ് ഇറ്റ്സ് ഒബ്ജക്ട്. ഇപ്പൊ കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഇവിടുത്തെ വ്യക്തികൾ അതിലെ ചർച്ചാ വിഷയമല്ല, മറിച്ച് അവരുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടാവില്ല, അവർ പാസീവ് ആയിരിക്കും, അല്ലെ, പാസീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള ആളുകളെ പാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് കൾച്ചർ ഇൻഡസ്ട്രി ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, then അടുത്ത question, what does Adorno mean by the integration from above in the culture industry. കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഇന്റഗ്രേഷൻ ഫ്രം എബോവ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രേഷൻ ഫ്രം എബോവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി, the intentional management and control of consumers by the industry's power structure. ഒരു കൾച്ചർ ഇൻഡസ്ട്രിയുടെ പവർ സ്ട്രക്ചർ ഇവിടെയുള്ള കൺസ്യൂമേഴ്സിനെ അഥവാ ജനങ്ങളെ നിയന്ത്രിക്കുന്നു, അവരെ കൃത്യമായിട്ടും അവരുടെ ഉദ്ദേശങ്ങളെ മാനേജ് ചെയ്യുന്നു. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ, Adorno claims that the culture industry's products are tailored for consumption by masses. ഒരു കൾച്ചർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഈ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇന്ന് നമ്മുടെ പല സംസ്കാരങ്ങളും ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടൂത്ത് പേസ്റ്റ് വേണം. ഈ ടൂത്ത് പേസ്റ്റ് വേണം എന്ന സംസ്കാരം എവിടെ നിന്ന് കിട്ടി? അതൊരു കൾച്ചർ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ബ്രഷ് ചെയ്യണമെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. അതും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡുകളിലെ ഞാൻ പേര് പറയുന്നില്ല, ഇന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണം, അതിൽ ഉപ്പുണ്ടാകണം, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന നീം ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെ. അത് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഈ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഫലമായിട്ടാണ്. സോ അദ്ദേഹം പറയുന്നു ടൈലർഡ് ഫോർ കൺസപ്ഷൻ ബൈ മാസസ് എന്ന് പറയുന്നത് എ മോർ ഓർ ലെസ് പ്ലാൻ സിസ്റ്റം ഓഫ് സ്ട്രക്ചറൽ സിമിലാരിറ്റീസ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല കൾച്ചറൽ ഇൻഡസ്ട്രിയും സെയിം ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ പ്രൊഡക്റ്റുകളും അതിന്റെ ഇൻഗ്രീഡിയന്റും മറ്റു കാര്യങ്ങളും പർപ്പസും ഒക്കെ ഏകദേശം സെയിം ആണ്. സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ അവകാശപ്പെടുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, in this essay Adorno suggests that total effect of the culture industry is one of. കൾച്ചർ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ എഫക്ട് എന്താണ്? ടോട്ടൽ എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ ആന്റി എൻലൈറ്റ്മെന്റ്. കൾച്ചർ ഇൻഡസ്ട്രി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഒരു എൻലൈറ്റ്മെന്റ് ഒന്നും കിട്ടുന്നില്ല, അല്ലെ. നമ്മളെ മൊത്തത്തിൽ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കൾച്ചർ ഇൻഡസ്ട്രി കൊണ്ട് മൊത്തത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Then അടുത്ത ക്വസ്റ്റ്യൻ, which of the following best describes Adorno's view of leisure under the culture industry. കൾച്ചർ ഇൻഡസ്ട്രിയുടെ പരിണിത ഫലമായിട്ട് നമ്മുടെ ഒഴിവു സമയം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒഴിവു സമയമില്ല. നമ്മളെപ്പോഴും ഒഴിവു സമയം ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എ പീരീഡ് ദാറ്റ് ഹാസ് ബിക്കം ആൻ എക്സ്റ്റൻഷൻ ഓഫ് വർക്ക് ത്രൂ ഡിസ്ട്രാക്ഷൻ.
ഇന്ന് ഒഴിവ് സമയം എന്ന് പറയുന്നത് കേവലം ഡിസ്ട്രാക്ഷൻ മാത്രമാണ്, എൻജോയ്മെന്റ് അല്ല. തൽക്കാലം നമ്മുടെ വർക്ക് നീട്ടി കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് തരുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 3-4 മണിക്കൂർ നമ്മളെ കൊണ്ട് അധികം ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോലി ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിട്ടാണ് ഒഴിവ് സമയം മാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Then Adorno notes that technique of the culture industry is primarily one of. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടെക്നിക്ക് പ്രധാനമായിട്ടും എന്താണ്? കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷനും മെക്കാനിക്കൽ റീപ്രൊഡക്ഷന് വേണ്ടിയുമുള്ള, ജനങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് കൾച്ചർ ഇൻഡസ്ട്രി. ഓക്കെ. Then Adorno argues that culture industry achieves a pseudo individualization. What this primarily imply? ഇപ്പൊ കൾച്ചർ ഇൻഡസ്ട്രി ഇവിടെ ഒരു സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ, ഓരോ വ്യക്തികൾക്കും ചോയ്സ് ഉണ്ട് എന്നൊരു തോന്നൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനെ അദ്ദേഹം പറയുന്ന പേരാണ് സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ. എങ്ങനെയാണ് സ്യൂഡോ ഇൻഡിവിജ്വലൈസേഷൻ കൊണ്ടുവരുന്നത്? സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ് ആർ ഇംപ്യൂർഡ് വിത്ത് എ ഹാലോ ഓഫ് ഫ്രീ ചോയ്സ് ടു ഹൈഡ് ദെയർ സെയിംനെസ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട്, ബ്രാൻഡുകൾ വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ, ഇൻഗ്രീഡിയന്റ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ ഹാലോ ഫ്രീ ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് വെറുതെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഫ്രീ ചോയ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കോൺട്രാസ്റ്റ് ദ ടെക്നിക് ഓഫ് ദ കൾച്ചർ ഇൻഡസ്ട്രി വിത്ത് ദ ടെക്നിക് ഓഫ് ഓട്ടോണമസ് ആർട്ട്. കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടെക്നിക്കും ഓട്ടോണമസ് ആർട്ട് എന്ന് പറയുന്ന ടെക്നിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു കൾച്ചർ ഇൻഡസ്ട്രിയും യഥാർത്ഥ ഒരു ആർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. കൾച്ചർ ഇൻഡസ്ട്രിയും ആർട്ടും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും അദ്ദേഹം പറയുന്നത് കൾച്ചർ ഇൻഡസ്ട്രിയും ആർട്ടും തമ്മിലുള്ള വ്യത്യാസം, ഇൻഡസ്ട്രി ടെക്നിക് ഈസ് ഫോക്കസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം വിതരണം ചെയ്യുക, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, വിതരണം ചെയ്യുക. അപ്പൊ ഒരു മെക്കാനിക്കൽ റീപ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനുമാണ് അവർ നോക്കുന്നത്. എന്നാൽ ഒരു ആർട്ട് അങ്ങനെയല്ല. ആർട്ട് എപ്പോഴും ഫോക്കസ്ഡ് ഓൺ ദ ഇന്റേണൽ ഡിമാൻഡ്സ് ഓഫ് ദ വർക്ക് ഇറ്റ് സെൽഫ്. ആർട്ട്, കല, ആ ഒരു കലാസൃഷ്ടി മൂല്യമുള്ളതാവുക, അത് വളരെയധികം ഓട്ടോണമസ് ക്രിയേഷൻ ഉള്ളതാവുക എന്നുള്ളതാണ് ഒരു കലാസൃഷ്ടി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 16ാമത്തെ ചോദ്യമാണ്. In his critique of order, Adorno suggests that culture industry provides a substitute for. പിന്നീട് അദ്ദേഹം ഓർഡർ, ഒരു ക്രമത്തെക്കുറിച്ചും സാമൂഹിക ക്രമത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സമയത്ത് കൾച്ചർ ഇൻഡസ്ട്രി എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സോ ദ ആക്ച്വൽ മോറൽ ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി ദാറ്റ് ഈസ് മിസ്സിംഗ് ഫ്രം റിയൽ ലൈഫ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് മിസ്സാകുന്ന സാമൂഹിക സ്ഥിരതയുടെ, യഥാർത്ഥ മൊറാലിറ്റിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരാനാണ് കൾച്ചർ ഇൻഡസ്ട്രി ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു സാമൂഹിക സ്ഥിരത, മൊറാലിറ്റി, ആക്ച്വൽ മൊറാലിറ്റി, യഥാർത്ഥ മൊറാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബദല് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കൾച്ചർ ഇൻഡസ്ട്രി അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which statement best reflects Adorno's view on relationship between high and low art within the culture industry? കൾച്ചർ ഇൻഡസ്ട്രിക്ക് അകത്ത് ഹൈ ആർട്ടും ഉണ്ട്, ലോ ആർട്ടും ഉണ്ട്. എന്താണ് ഹൈ ആർട്ടും ലോ ആർട്ടും തമ്മിലുള്ള വ്യത്യാസം? അദ്ദേഹം പറയുന്നു, ബോത്ത് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു എ സിംഗിൾ പ്രോഫിറ്റ് ഡ്രിവൺ സിസ്റ്റം ദാറ്റ് ഡിസ്ട്രോയ്സ് ദ ഇന്റഗ്രിറ്റി ഓഫ് ബോത്ത്. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. ഹൈ ആർട്ട് ആണെങ്കിലും ലോ ആർട്ട് ആണെങ്കിലും ഒരു സിംഗിൾ ആണ്, പ്രോഫിറ്റ് ഡ്രിവൺ സിസ്റ്റം ആണ്, ലാഭത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ദാറ്റ് ഡിസ്ട്രോയ്സ് ദ ഇന്റഗ്രിറ്റി ഓഫ് ബോത്ത്. രണ്ടിന്റെയും ഇന്റഗ്രിറ്റി അത് നശിപ്പിച്ചു കളയുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ 18ാമത്തെ ചോദ്യം, Adorno claims the culture industry turns the message of adjustment into a virtue. What does adjustment mean in the context? അഡോണോ പറയുന്നത് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഒരു മെസ്സേജ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന മെസ്സേജിനെ വിർച്വലിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ മെസ്സേജ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ദ കൺസ്യൂമേഴ്സ് കൺഫോമിറ്റി ടു ദ സ്റ്റാറ്റസ് കോ ആൻഡ് ദ പവർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻട്രസ്റ്റ്. ഇവിടെയുള്ള ഒരു കൺസ്യൂമറിന്റെ കൺഫോമിറ്റിയാണ്,
നിലവിലെ സാഹചര്യത്തോടുള്ള വിധേയത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ദ പവർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻട്രസ്റ്റ്, ഓരോ കൺസ്യൂമേഴ്സിലും ഉണ്ടാകുന്ന ആ ഒരു വ്യവസ്ഥാപിത താല്പര്യങ്ങളുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 19ാമത് ചോദ്യം. Why does Adorno describe the freedom to choice in the culture industry as an illusion? കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഫ്രീഡം ടു ചോയ്സ് എന്നത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബിക്കോസ് കൺസ്യൂമേഴ്സ് ആർ ലിറ്ററലി ഫോഴ്സ്ഡ് ബൈ ലോ ടു ബൈ സർട്ടൻ ഗുഡ്സ്. ഒരുപാട് ചോയ്സ് അവന്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു നിശ്ചിത സാധനം അല്ലെ വാങ്ങാൻ ആളുകളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആള് നിർബന്ധിതനായി വാങ്ങുകയാണ് അല്ലെ. പല്ല് തേക്കണമെങ്കിൽ ടൂത്ത് പേസ്റ്റ് വേണം എന്നൊരു ഫോഴ്സ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന് അവനെ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല, അത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. Then how does Adorno view the seriousness of the culture industry's moralistic content? ഇനി കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ മൊറാലിസ്റ്റിക് കോണ്ടന്റിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അഡോണോ എങ്ങനെയാണ് പറയുന്നത്? സോ അദ്ദേഹം പറയുന്നു, ആസ് എ പ്രൊലോങ്ങേഷൻ ഓഫ് ദ വർക്ക് ഡേ ദാറ്റ് പ്രിവെന്റ്സ് ട്രൂ റിലാക്സേഷൻ ഓഫ് ക്രിട്ടിക്കൽ തോട്ട്. യഥാർത്ഥ ചിന്തയെ, യഥാർത്ഥ റിലാക്സേഷനെ ഒക്കെ തടയുന്ന, വെറുതെ ഒരു വർക്ക് പ്രൊലോങ് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലെയ്ഷർ എന്ന് പറയുന്നത് വർക്ക് നീട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതാണ് കൾച്ചർ ഇൻഡസ്ട്രി ചെയ്ത് കൊണ്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ 21ാമത്തെ ചോദ്യം അടുത്തൊരു വർക്കിൽ നിന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സ്റ്റോട്ട് ഹാൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് 3 ഹൈപ്പോത്തറ്റിക്കൽ ഡികോഡിംഗ് പൊസിഷൻ? അപ്പൊ സ്റ്റോട്ട് ഹാളിന്റെ ഒരു എൻകോഡിംഗ് ഡീകോഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു എസ്സേ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷനിൽ വെറുതെ ഒരു സെൻഡർ ഒരു മെസ്സേജ് അയക്കുന്നു, അതാര് സ്വീകരിക്കുന്നു? ഒരു റിസീവർ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു വൺ വേ പ്രോസസ് അല്ല എന്ത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം ഡീകോഡിംഗ് ആണ്. ഡീകോഡിങ്ങിന് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഡോമിനന്റ് ഹെജിമണിക് പൊസിഷൻ ഉണ്ട്, നെഗോഷിയേറ്റഡ് പൊസിഷൻ ഉണ്ട്, അപ്പോസിഷണൽ പൊസിഷൻ ഉണ്ട്. ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷനിൽ ഡീകോഡ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡീകോഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷൻ. ദെൻ നെഗോഷിയേറ്റഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയാണ്, പക്ഷെ ഞാനത് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നതാണ് നെഗോഷിയേറ്റഡ് പൊസിഷൻ. അയാൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാനത് തൽക്കാലം ഇപ്പോ എടുക്കുന്നില്ല. ദെൻ ഓപ്ഷൻ ഡി ഒപ്പോസിഷണൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ശരിയല്ല എന്ന് റിജക്ട് ചെയ്യുന്നതാണ് ഒപ്പോസിഷണൽ പൊസിഷൻ. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ഡികോഡിംഗ് പൊസിഷൻ 3 തന്നെ ഉണ്ട്. ഇതിനകത്ത് പാസീവ് കൺസെപ്ഷൻ പൊസിഷൻ എന്ന് പറയുന്ന സംഭവം അദ്ദേഹം പറയുന്നേ ഇല്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണല്ലോ ചോദ്യം. ഓക്കെ, ദെൻ 22ാമത്തെ ചോദ്യം. Which decoding position involves the audience accepting the intent message but adapting it to their own personal experience? അപ്പൊ പറഞ്ഞത് ശരിയാണ്, പക്ഷേ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. ഡൊമിനന്റ്, നെഗോഷിയേറ്റഡ്, ഒപ്പോസിഷണൽ. ഡൊമിനന്റില് ആ പറയുന്ന കാര്യം അതേപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് ഡൊമിനന്റ്. എന്നാൽ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം പറയുന്നത് ശരിയാണ്, പക്ഷേ എനിക്കിപ്പോ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പൊ തന്റെ കൂടി സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുന്നത് നെഗോഷിയേറ്റഡ് ആണ്. ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ദെൻ 23ാമത്തെ ചോദ്യം. സ്റ്റോട്ട് ഹാൾസ് എൻകോഡിംഗ് ഡീകോഡിംഗ് മോഡൽ വാസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ഹിസ് ടൈം ആൻഡ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്താണ് എൻകോഡിംഗ് ഡീകോഡിംഗ് മോഡൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്? അത് സെന്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ്. ഓപ്ഷൻ സി ആണ്, സെന്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ്. ദെൻ 24ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഒപ്പോസിഷണൽ പൊസിഷൻ എൻറ്റെയിൽ ഹാൾസ് മോഡൽ? ഇനി നിങ്ങൾക്ക് ആ 3 കൃത്യമായിട്ട് മനസ്സിലാകും അല്ലെ. ഒപ്പോസിഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ആൾ റിജക്ട് ചെയ്യും. അത് ശരിയല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നതാണ് ഒപ്പോസിഷണൽ പൊസിഷൻ. ഓക്കെ,
അപ്പൊ ആൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി 25ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഹോൾസ് മോഡൽ പ്രൈമറിലി ക്രിട്ടിക് വിച്ച് ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ? ഒരു വൺ വേ മോഡൽ മുന്നോട്ട് വെച്ചത് ഷാനോണും വീവറും ചേർന്നാണ്. ആ വൺ വേ മോഡലിനെ നമ്മൾ ലീനിയർ മോഡൽ അല്ലെങ്കിൽ സെന്റർ റിസീവർ മോഡൽ അഥവാ സെന്റർ മെസ്സേജ് റിസീവർ ഇതിലേക്ക് മാത്രം ഒതുങ്ങുന്ന മോഡൽ. ഈ ഒരു മോഡല് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീകോഡിങ്ങിന് 3 പൊസിഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റോട്ട് ഹാൾ തന്റെ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. Then 26ാമത്തെ ചോദ്യം. Which of the following is considered the correct sequence of the communication process according to Hall? സ്റ്റോട്ട് ഹാളിനെ സംബന്ധിച്ചിടത്തോളം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കറക്റ്റ് മോഡൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, റീപ്രൊഡക്ഷൻ. അപ്പൊ ആദ്യം പ്രൊഡക്ഷൻ, ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് സർക്കുലേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരാൾ അത് അത് കൺസീവ് ചെയ്യുന്നു, പിന്നീട് വീണ്ടും റീപ്രൊഡക്ഷൻ. അപ്പൊ എത്ര ഉണ്ട്? 5 സ്റ്റെപ്സ് ഉണ്ട് അല്ലെ? പ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, റീപ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തു, റീപ്രൊഡക്ഷനിൽ തന്നെ അവസാനിക്കുന്നു. അത് പിന്നീട് റീസർക്കുലേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ, റീകൺസപ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം സർക്കുലേഷൻ പിന്നീടാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. ഈ 2 ഓർഡറിന്റെ കാര്യം മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം CD എന്ന് ഓർത്താൽ മതി, ആൽഫബറ്റ് ഓർഡറിൽ തന്നെ അത് ഓർത്താൽ മതി. Then in the encoding decoding essay, what kind of media does Hall primarily focus? ഇപ്പൊ ഈ എൻകോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന എസ്സേയിൽ മെസ്സേജ് ഡീകോഡ് ചെയ്യുക, എൻകോഡ് ചെയ്യുക എന്നല്ലേ പറയുന്നത്. അപ്പൊ ഏത് മീഡിയയിലെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം പരിഗണിക്കുന്നത്? ടെലിവിഷൻ. അന്ന് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത് ടെലിവിഷനാണ്. അപ്പൊ ടെലിവിഷൻ മീഡിയയാണ് അദ്ദേഹം തന്റെ തിയറിക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ കീ ടേക്ക് അവേ റിഗാർഡിംഗ് ദ ഓഡിയൻസ് ഇൻ ഹാൾസ് തിയറി? അദ്ദേഹത്തിന്റെ സ്റ്റോട്ട് ഹാളിന്റെ തിയറി പ്രകാരം ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ഓഡിയൻസിനെ കുറിച്ച് പറയുന്നത്? യെസ്, ദ ഓഡിയൻസ് ഇസ് ആക്റ്റീവ്. ഓഡിയൻസ് ആക്റ്റീവ് ആണ്, വെറുതെ കേട്ടിരിക്കുകയില്ല. ഇന്ററപ്റ്റിംഗ് മെസ്സേജസ് ത്രൂ ദെയർ ഓൺ കൾച്ചറൽ ലെൻസ്. ഓരോ ഓഡിയൻസും അവരുടെ കൾച്ചറൽ ലെൻസിന്റെ അടിസ്ഥാനത്തിലാണ് മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Then 29ാമത്തെ ചോദ്യം. Hall argues that for a message to have an effect or satisfy a need, it must first be appeared as a meaningful discourse and be. അപ്പൊ ഒരു മെസ്സേജ് വളരെയധികം മീനിങ് ഫുൾ ആകണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ അത് ഒരു മീനിങ് ഫുൾ ഡിസ്കോഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ മീനിങ് ഫുള്ളി ഡിക്കോഡഡ് ബൈ ദ ഓഡിയൻസ്. നമ്മൾ പറയുന്നത് കൃത്യമായിട്ടും അർത്ഥപൂർണമായിരിക്കണം എന്നതുകൊണ്ട് മാത്രമായില്ല, ഓഡിയൻസ് അത് കൃത്യമായിട്ടും ഡീകോഡ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഡീകോഡിങ്ങിന് ഭയങ്കര പ്രാധാന്യം അദ്ദേഹം നൽകുന്നുണ്ട്. സോ മീനിങ് ഫുള്ളി ഡീകോഡഡ് ബൈ ദ ഓഡിയൻസ്. Hall emphasizes that if no meaning is taken, there can be no conception and thus no effect. അപ്പൊ നമ്മളൊരു കാര്യം കൃത്യമായിട്ടും അങ്ങോട്ട് കൺവേ ചെയ്തില്ല എങ്കിൽ അതിനെന്തുണ്ടാവൂല? അതിന് കൃത്യമായിട്ട് കൺസെപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് മീനിങ് ഫുൾ ആകണം, അത് കൃത്യമായിട്ടും അവര് മനസ്സിലാക്കുകയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം. വിച്ച് ടേം ഡസ് Hall use to describe the lack of a direct one-to-one fit between the moment? അടുത്തൊരു ചോദ്യത്തിലേക്ക്, 30ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹം പറയാണ്, which term does Hall use to describe the lack of direct one-to-one fit between the moments of encoding and decoding? എൻകോഡിങ്ങും ഡീകോഡിങ്ങും യൂസ് ചെയ്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അവിടെ നഷ്ടമാകുന്ന കാര്യത്തെ കുറിച്ച് അദ്ദേഹം ഒരു ടേം ഉപയോഗിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ ഒരു ടേം? നമുക്ക് നോക്കാം. അദ്ദേഹം സ്ട്രക്ചറൽ സിമെട്രി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, the meaning structure of the producer and the audience are not identical. The process is asymmetrical. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എൻകോഡിങ്ങും ഡീകോഡിങ്ങും കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ സംഭവിക്കുന്നത് അസിമെട്രിക്കൽ പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ സ്ട്രക്ചറൽ സിമെട്രി ഉണ്ടാകണം. അസിമെട്രിക്കൽ ആണെങ്കിൽ കൃത്യമായിട്ട് കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ.
In the negotiated position, the decoder operates with a double-edged logic because ഒരു നെഗോഷിയേറ്റഡ് പൊസിഷൻ ആകുമ്പോൾ മനസ്സിലായല്ലോ, പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞാനത് സ്വീകരിക്കുന്നില്ല, അതാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു ഡബിൾ എഡ്ജ്ഡ് ലോജിക് ആണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം അവിടെ അക്സെപ്റ്റ് ദ ഡൊമിനന്റ് ഐഡിയോളജി അറ്റ് ജനറൽ ലെവൽ, അവിടെ ഡൊമിനന്റ് ഐഡിയോളജി ആള് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബട്ട് അപ്ലൈ ഡിഫറെന്റ് റൂൾസ് അറ്റ് എ സിറ്റുവേഷൻ ലെവൽ. ആള് സാഹചര്യത്തിനനുസരിച്ചേ പെരുമാറുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹം പറയാണ്, ചായയോടൊപ്പം ഞാനൊരു ചായക്ക് നമ്മൾ പല പൗഡേഴ്സ് ഇടാറുണ്ടല്ലോ, ബൂസ്റ്റ്, ഹോർലിക്സ്. അപ്പൊ അതൊക്കെ ഇടുന്നത് നല്ലതാണ്, അതൊക്കെ നമുക്ക് കുട്ടികളെ ടോളറും സ്ട്രോങ്ങർ ഒക്കെ ആക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് അത് ഉപയോഗിക്കാനുള്ള പണമില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നൊരാൾ പറയുന്നത് നെഗോഷിയേറ്റഡ് പൊസിഷൻ ആണ്. അപ്പൊ അവിടെ ഡൊമിനന്റ് ഐഡിയോളജി ആൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുടെ സാഹചര്യം അനുസരിച്ച് മാത്രമേ ആ റൂള് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ 32ാമത്തെ ചോദ്യം, ഹാൾ യൂസസ് ദ ടേം പ്രിഫേർഡ് മീനിങ്. പ്രിഫേർഡ് മീനിങ് എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പ്രിഫേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ദ ടെക്സ്റ്റ് ഈസ് ലോഡഡ് ടു ഫേവർ എ സ്പെസിഫിക് ഇന്റർപ്രിട്ടേഷൻ അലൈൻ വിത്ത് ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ്. ഒരു ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണോ അവയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില പ്രത്യേക ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ട് ലോഡ് ചെയ്ത ടെക്സ്റ്റ് എന്നാണ് അതിന്റെ ഉദ്ദേശം. സോ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്പെസിഫിക് ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് അവിടെ സാധ്യമാകുന്നത്, അല്ലെ, ഒരു സ്പെസിഫിക് ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില ടെക്സ്റ്റുകൾക്ക് പലതരത്തിലുള്ള മീനിങ് ഉണ്ടാകും. അതിനെ നമ്മൾ പോളിസെമിക് എന്നാണ് പറയുന്നത്. എന്നാൽ ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി പ്ലൂറൽ, ദേ ആർ സ്ട്രക്ചർഡ് ടു ഗൈഡ് ദ ഓഡിയൻസ് ടുവേർഡ് എ പ്രിഫേർഡ് മീനിങ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരുപാട് മീനിങ് ഒക്കെ ഉണ്ടാകും എന്ന് തോന്നുമെങ്കിലും അവസാനം അതുകൊണ്ട് ചെന്നെത്തിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലായിരിക്കും. ക്ലിയർ? ദെൻ 33ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഹോൾ ഐഡന്റിഫൈ ആസ് ദ ഡിറ്റർമിനന്റ് മൊമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്. കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് മൊമെന്റ്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എൻകോഡിങ്ങും ഡീകോഡിങ്ങുമാണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പോൾ കൃത്യമായിട്ട് ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യാൻ പറ്റുക, അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. വൈ when an audience member detotalize a message in the preferred or to retotalize it within some alternative framework, they are adopting the dash. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മെമ്പർ, ഒരു ഓഡിയൻസ് ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു? ഡീടോട്ടലൈസ് ചെയ്യുന്നു കേട്ടോ, ഡീടോട്ടലൈസ് ചെയ്യുന്നു. ഈ ഡീടോട്ടലൈസ് ചെയ്യുന്ന സമയം അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ മെസ്സേജ് ഇൻ ദ പ്രിഫേർഡ് കോഡ് ടു റീടോട്ടലൈസ് ഇറ്റ് വിൻ സം ആൾട്ടർനേറ്റീവ് ഫ്രെയിം. ഒരു മെസ്സേജ് ആള് ഡീടോട്ടലൈസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും അതിനെ മനസ്സിലാക്കുന്നു, അതിനെ നിരാകരിക്കുന്നു, അല്ലെ, ഡീടോട്ടലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആള് മറ്റൊരു വർക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ തന്നിരിക്കുന്ന മെസ്സേജിനെ ആള് ഡീടോട്ടലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആള് മറ്റൊരു ഫ്രെയിം വർക്ക് സ്വീകരിക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേര് ഒപ്പോസിഷണൽ പൊസിഷൻ ആണ്. പറഞ്ഞിരിക്കുന്ന കാര്യം ആള് മനസ്സിലാക്കി, അത് ഓക്കെയാണ്, എന്നാൽ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് നെഗോഷിയേറ്റഡ് പൊസിഷൻ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹോൾ സജസ്റ്റ് ദാറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ ഓഫൻ ആക്ച്വലി. കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സിസ്റ്റമാറ്റിക് അസിമെട്രി എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ. യെസ്, ഡിഫറൻസ് ഇൻ ദ കോഡ്സ് യൂസ്ഡ് ബൈ എൻകോഡർ ആൻഡ് ഡീകോഡർ. ഒരാള് പറയുന്ന കാര്യത്തിലും കേൾക്കുന്ന ആളത് മനസ്സിലാക്കുന്ന വിഷയത്തിലും എൻകോഡറിലും ഡീകോഡറിലും വരുന്ന പ്രശ്നം അവരുടെ കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നമാണ്. അപ്പൊ മെസ്സേജ് കൃത്യമായിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല, കേട്ട ആള് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പൊ എൻകോഡിങ്ങിലും ഡീകോഡിങ്ങിലും വരുന്ന പ്രശ്നമാണ് പലപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ എസ്സേ, the professional code of broadcasters usually operates within.
പലപ്പോഴും ബ്രോഡ്കാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ കോഡ് അഥവാ അവരുടെ മെസ്സേജ് എങ്ങനെയായിരിക്കും? യെസ്, ഡോമിനന്റ് ആയിരിക്കും അല്ലെ? ഞങ്ങൾ പറയുന്നതാണ് ശരി, അതെല്ലാവരും മനസ്സിലാക്കണമെന്ന രീതിയിലാണ് അവർ പലപ്പോഴും മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഹെജിമണിക് ഡോമിനന്റ് പൊസിഷനിലാണ് അവർ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. Then Hall critiques the linear model of communication by arguing that circuit of communication is actually a series of but distinctive moments. അപ്പൊ നമ്മുടെ ഹാള് പറയുന്നുണ്ട് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലീനിയർ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു സെൻഡർ, ഒരു മെസ്സേജ്, ഒരു റിസീവർ. അതിന്റെ പ്രധാന പ്രശ്നം അവിടെ ഒരുപാട് മെസ്സേജ് ഒക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അദ്ദേഹം പറയുന്നു ഈച്ച് മൊമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് മൊഡാലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ്. അതിൽ ഓരോ മെസ്സേജിനും അവയുടേതായിട്ടുള്ള ചില പ്രത്യേക മൊഡാലിറ്റി ഉണ്ട്, അവയുടേതായിട്ടുള്ള ഒരു പ്രത്യേക എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു തലത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹോൾ ആർഗ്യൂസ് ദാറ്റ് വൈൽ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനും സർക്കുലേഷനും ഒക്കെയാണ്, are related, they are autonomous, meaning the rules governing production don't guarantee how the consumption phase will functions. അപ്പോൾ നമ്മുടെ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കില്ല ഒരാൾ കൺസ്യൂം ചെയ്യുന്നത്. അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരാൾ കേട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Then drawing on Marx grand phrase, Paul discussed the discursive form of the message. Why is the translation into discourse necessary for the communication process? അപ്പൊ അദ്ദേഹം കാൾ മാർക്സിന്റെ ഗ്രാൻഡ് ട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയുന്നു ഒരു മെസ്സേജ് കൃത്യമായിട്ട് ഒരാൾ മനസ്സിലാക്കുന്നതിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒരു ഡിസ്കോഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ ഓൺലി occurs when a raw event is converted into a sign vehicle with a code. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കണം, എന്നാലേ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം, എന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ 39ാമത്തെ ചോദ്യം. ഹോൾ ആർഗ്യൂസ് പോളിസെമി മസ്റ്റ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് പ്ലൂറലിസം. പോളിസെമിയും പ്ലൂറലിസവും രണ്ടും രണ്ടാണ്. എന്താണ് അവകൾ തമ്മിലുള്ള വ്യത്യാസം? അദ്ദേഹം പറയുന്നു ഓപ്ഷൻ ബി, പോളിസെമി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഫീൽഡ് ഓഫ് മീനിങ്സ് വിത്ത് എ ഡോമിനന്റ് ഹെറാർക്കി. പോളിസെമിയിൽ പല അർത്ഥങ്ങൾ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഡോമിനന്റ് ആയിട്ട് അവിടെ എടുത്തു പറയുന്ന മീനിങ് ഒരെണ്ണമായിരിക്കും. ആ ഒരെണ്ണത്തിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കുന്നതാണ് പോളിസെമി. പ്ലൂറലിസം അങ്ങനെയല്ല. പ്ലൂറലിസത്തിൽ പല മീനിങ് ഉണ്ടാകും, എല്ലാത്തിനും തുല്യമായിട്ടുള്ള പങ്കുണ്ടാകും. അപ്പൊ പോളിസെമിയും പ്ലൂറലിസവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പൊ പോളിസെമി എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനിങ് ഉണ്ടാകുമെങ്കിലും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാകും, അതിലേക്ക് ആളെ കൊണ്ട് എത്തിക്കാനാണ് പോളിസെമി ശ്രദ്ധിക്കുന്നത്. പ്ലൂറലിസം അങ്ങനെയല്ല, എല്ലാ മീനിങ്ങിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഹൗ ഡസ് ഹോൾ റീഡിഫൈൻ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ഡിസ്റ്റോർഷൻ? സിസ്റ്റമാറ്റിക് ഡിസ്റ്റോർഷൻ അഥവാ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും കൺവേ ചെയ്യാതെ വരുമ്പോഴാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹം എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ ലാക്ക് ഓഫ് ഇക്വലൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റീവ് എക്സ്ചേഞ്ച്. എൻകോഡിങ്ങിലും ഡീകോഡിങ്ങിലും കൃത്യമായിട്ട് അവിടെ എന്ത് നടന്നില്ല, ഒരു തുല്യമായിട്ടുള്ള ഒരു പ്രോസസ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടുള്ള ഉദ്ദേശം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. Then 41ാമത്തെ ചോദ്യം. Which of the following best describes the professional code in Hall's analysis of television? ടെലിവിഷനെ കുറിച്ച് പറയുമ്പോൾ ടെലിവിഷന്റെ പ്രൊഫഷണൽ കോഡ്, അഥവാ അവരെങ്ങനെയാണ് മെസ്സേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ആക്ട്സ് ആസ് എ റിലേ ദാറ്റ് അപ്ലൈസ് ദ ഡോമിനന്റ് കോഡ് വൈൽ അപ്പിയറിംഗ് ഫോളോ ന്യൂട്രൽ ടെക്നിക്കൽ ഓർ എസ്തെറ്റിക് റൂൾസ്. അവർ ഉദ്ദേശിക്കുന്ന ഒരു ഡോമിനന്റ് കോഡ് ഉണ്ട്, ഇത് കാണുന്ന ആളുകൾ വിശ്വസിക്കണമെന്ന് ഉദ്ദേശിച്ച് അവർ കൊണ്ടുവരുന്ന ഒരു ഡോമിനന്റ് കോഡ് ഉണ്ട്. അതിനെ അവർ വളരെ ടെക്നിക്കലായി എസ്തെറ്റിക് റൂൾസ് ഒക്കെ വെച്ചുകൊണ്ട് അവർ അവതരിപ്പിക്കുകയാണ്. അപ്പൊ കാണുന്ന ഒരാൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നില്ല, ആ രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നെഗോഷിയേറ്റഡ് പൊസിഷൻ, വാട്ട് ഡസ് ഹോൾ മീൻ ബൈ എ സിറ്റുവേഷണൽ ലോജിക്? നെഗോഷിയേറ്റഡ് പൊസിഷനിൽ സിറ്റുവേഷണൽ ലോജിക് എന്നൊരു ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സിറ്റുവേഷണൽ ലോജിക്? സിറ്റുവേഷണൽ ലോജിക് എന്ന് പറഞ്ഞാൽ
the audience accepts the grand narrative of power, but makes a specific contradictory exception for their own logical interest. അപ്പൊ അവിടെയുള്ള ഗ്രാൻഡ് നറേറ്റീവ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിനെ ആളുകൾ സ്വീകരിക്കും, പക്ഷേ അതിനെ അവര് വിശ്വസിക്കും, എന്നാൽ അവർ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ലോക്കൽ ഇൻട്രസ്റ്റ് പ്രകാരമായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു PDF ഉപയോഗപ്പെടുത്തുക കേട്ടോ. Hall's move to encoding decoding represents a shift from behaviorism toward which theoretical influence. ഇപ്പൊ ബിഹേവിയറിസത്തിൽ നിന്നും, ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു, അതാണ് ബിഹേവിയറിസം. ഡയറക്റ്റ് എഫേർട്ട് ആണ്. ഒരു മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യുന്നു, റിസീവർ അത് സ്വീകരിക്കുന്നു. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം മാറുന്നത്? യെസ്, അദ്ദേഹം സെമിയോട്ടിക്സും സ്ട്രക്ചറലിസവും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. Hall moves from the idea that media injects ideas into people and toward the idea that media is a system of science and structures. അപ്പൊ അദ്ദേഹം പറയുന്നു, മീഡിയ വെറുതെ കുറെ ഐഡിയാസ് പീപ്പിളിലേക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചില സയൻസും സ്ട്രക്ചേഴ്സും അവർ ഉണ്ടാക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When Hall discusses naturalized codes, what is the primary danger he identifies? നാച്ചുറലൈസ്ഡ് കോഡ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അപകടം എന്താണ്? നാച്ചുറലൈസ്ഡ് കോഡിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അപകടം, ദ കോഡ്സ് അപ്പിയർ ടു ബി നാച്ചുറൽ ഓർ ഗിവൻ റാദർ ദാൻ കൾച്ചറലി കൺസ്ട്രക്റ്റഡ്, ഹൈഡിങ് ദിയർ ഐഡിയോളജിക്കൽ ആൻസർ. പലപ്പോഴും ഈ നാച്ചുറൽ കോഡായിട്ട് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ മീനിങ് നാച്ചുറലി വന്നതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഐഡിയോളജി അവിടെ ഒളിച്ച് കടക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഒരു കോഡ് നാച്ചുറലൈസ് ആകുന്ന സമയത്ത് വി ഫോർഗെറ്റ് ഇറ്റ് ഈസ് ആൻ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സീ ഇറ്റ് ആസ് ദ വേ തിങ്സ് ആർ. ദിസ് ഈസ് അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ഹെജമണി. അല്ല, നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നില് ചില ആശയങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അതാണ് അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ വിജയം. ഓക്കെ, ദെൻ അടുത്ത ഒരു വർക്കിലേക്ക് നമ്മൾ വരികയാണ്. മാൽവേയുടെ ഒരു വർക്കാണ്, നമ്മുടെ ഗെയ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കാണ് അല്ലെ. സോ നമുക്ക് നോക്കാം. Which psychoanalytic concept does Malway primarily use to analyze the pleasure of looking at cinema? Visual pleasure എന്ന് പറഞ്ഞ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ചോദ്യം. സോ മാൽവേയുടെ ഏത് സൈക്കോ അനലിറ്റിക് കോൺസെപ്റ്റ് ആണ് സിനിമയിലെ പ്ലഷർ ലുക്കിങ്ങിന്, നമ്മൾ സുഖം കിട്ടുന്നതിന് വേണ്ടിയാണ് സിനിമ അല്ലെ. സിനിമയില് പുരുഷന്മാര് നോക്കുന്നു, സ്ത്രീകൾ അവിടെ ഒബ്ജക്റ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ തിയറി സ്കോപ്പോഫീലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ 46 സ്കോപ്പോഫീലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു മാൽവേ, ഇൻ എ വേൾഡ് ഓർഡർഡ് ബൈ സെക്ഷൽ ഇംബാലൻസ്, പ്ലഷർ ഈസ് ലുക്കിംഗ് ഈസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ. അപ്പൊ ഇന്നത്തെ ലോകം സെക്ഷൽ ഇംബാലൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്ലഷർ ഏത് തോതിലാണ് എന്ന് ചോദിച്ചാൽ മെയിൽ ആക്റ്റീവ് ആണ് അല്ലെ. മെയിൽ ആക്റ്റീവും ഫീമെയിൽ പാസീവ് ആണ്. മെയിൽ ആണ് തുറച്ചു നോക്കുന്നത്, ഫീമെയിൽ അവിടെ വെറും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ മെയിൽ ഗേസ് ഇൻ മാൽവേസ് തിയറി? മാൽവേയുടെ തിയറിയിൽ എന്താണ് മെയിൽ ഗേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെയിൽ ഗേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പൊസിഷനിങ് ഓഫ് ദ ക്യാമറ, ക്യാമറ വെക്കുന്ന രീതി, അതുപോലെ ക്യാരക്ടേഴ്സ്, ഓഡിയൻസ് എല്ലാം ഒരു മസ്കുലൈൻ പെർസ്പെക്റ്റീവിലാണ് എല്ലാം ചെയ്യുന്നത്. ക്യാമറ, ക്യാരക്ടേഴ്സ്, ഓഡിയൻസ് ഒക്കെ ഒരു മസ്കുലൈൻ പെർസ്പെക്റ്റീവിലാണ്. 47ാമത്തെ ചോദ്യം. Malway argues that the female character in traditional narrative film functions as. ഒരു ട്രഡീഷണൽ നറേറ്റീവ് ഫിലിമില് ഫീമെയിൽ ക്യാരക്ടറിന്റെ റോള് അത് വെറും ഒരു ഒബ്ജക്റ്റ് മാത്രമാണല്ലേ, അവർ വെറും ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. ആൻ ഒബ്ജക്ട് ഓഫ് സ്പെക്ടക്കിൾ ആൻഡ് എറോട്ടിക് കണ്ടംപ്ലേഷൻ. ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. Then which of the following is not one of 3 looks or gazes described by Malway? മാൽവേ മുന്നോട്ട് വെക്കുന്ന 3 ഗേസസ് ഉണ്ട്, അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉൾപ്പെടാത്തത് അങ്ങോട്ട് വെട്ടാം, ബാക്കി 3 ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ മാൽവേ പറയുന്ന 3 ഗേസ് ആണ്. ഒന്ന് ദ ക്യാമറ റെക്കോർഡിംഗ് ദ സ്റ്റോറി, ക്യാമറ സ്റ്റോറി റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ, അതുപോലെ ഓഡിയൻസ്, സ്ക്രീൻ കാണുന്ന ഓഡിയൻസ്, ദ ക്യാരക്ടേഴ്സ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ വിത്തിൻ ദ സ്റ്റോറി. ഒരു കഥയ്ക്കുള്ളിൽ തന്നെ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ. അപ്പോ ഒരു ക്യാമറ, ഓഡിയൻസ്, സ്ക്രീൻ കാണുന്ന ഓഡിയൻസ്, ദെൻ ആ സ്റ്റോറിക്കുള്ളിൽ തന്നെ ക്യാരക്ടേഴ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗേസസ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഗേസസ് ഉണ്ടെന്നാണ്, തുറച്ചു നോട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്.
Then according to Malway, how does the male spectator reconcile with the woman in a film? ഒരു മൂവിയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് മെയിൽ സ്പെക്ടേറ്റർ നോക്കി കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഐഡന്റിഫൈങ് വിത്ത് ദ മെയിൽ പ്രൊട്ടാഗനിസ്റ്റ്, എങ്ങനെയാണോ അതിലെ പുരുഷ കഥാപാത്രം ആ സ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 50ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാൽവേസ് അനാലിസിസ് ഓഫ് വിഷ്വൽ പ്ലഷർ? വിഷ്വൽ പ്ലഷറിനെ കുറിച്ചുള്ള മാൽവേയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അപ്പൊ എന്താണ് വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് ഫിലിം എന്നൊക്കെ പറയാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത് അല്ലെ. സോ ടു ഡിസ്ട്രോയ് ദ പ്ലഷർ ഇൻ ഫിലിം ടു മേക്ക് വേ ഫോർ എ ന്യൂ റവല്യൂഷണറി സിനിമ. സിനിമ നിലവിൽ ഒരു വിഷ്വൽ പ്ലഷർ, അതും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിഷ്വൽ പ്ലഷർ ആണ്, അത് നശിപ്പിക്കുക, ഒരു പുതിയ വിപ്ലവാത്മകമായിട്ടുള്ള തരത്തിൽ സിനിമയെ മാറ്റുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 51ാമത്തെ ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എസ്സേ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ വുമൻ ഇൻ റിലേഷൻ ടു ദ സ്റ്റോറി? ഈ എസ്സേ പറയുന്ന പ്രകാരം ഒരു കഥയിൽ സ്ത്രീയുടെ പങ്ക്, ഒരു സിനിമയാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. യെസ്, ഷീ ഈസ് ദ ബിയറർ ഓഫ് വിഷ്വൽ മീനിങ്. അവിടെ എല്ലാ ആളുകളും കാണുന്നത് സ്ത്രീയാണ്. അപ്പൊ ഒരു കഥയുടെ മീനിങ് വഹിക്കുന്നത് മേക്കർ അല്ല, ബിയറർ ആണ്. ബട്ട് നോട്ട് ദ മേക്കർ ഓഫ് ദ നറേറ്റീവ് മീനിങ്. കഥയുടെ അർത്ഥം ഉണ്ടാക്കുന്നത് അവരല്ല, പക്ഷെ അർത്ഥം കുടികൊള്ളുന്നത് ആ സ്ത്രീകളിലാണ്. സോ ഓപ്ഷൻ സി. ദെൻ 52ാമത്തെ ചോദ്യം, വാട്ട് ഡസ് സ്കോപ്പോഫീലിയ കോൺസെപ്റ്റ് റെഫർ ടു ഇൻ ദിസ് എസ്സേ? നമ്മുടെ എസ്സേയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടേം ആണ് സ്കോപ്പോഫീലിയ. എന്താണ് സ്കോപ്പോഫീലിയ? സ്കോപ്പോഫീലിയ എന്ന് പറഞ്ഞാൽ പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം വാച്ചിങ് അതർ പീപ്പിൾ ആസ് ഓബ്ജക്ട്. മറ്റു വ്യക്തികളെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നോക്കി കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്ലഷർ, അതിനെയാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 53ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു മാൽവേ ദ ഡാർക്ക് ആൻഡ് ക്വയറ്റ് സ്പേസ് ഓഫ് എ മൂവി തിയേറ്റർ പ്രൊഡ്യൂസസ് ദ ഇല്യൂഷൻ ഓഫ് വാട്ട്? മൂവി തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ഒരു ഡാർക്ക് റൂമിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ മൂവി കാണുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രൈവസിയാണ് അല്ലെ. നമ്മളെ തന്നെ നോക്കുന്ന രീതിയിൽ ഒരു വോയറിസ്റ്റിക് ലുക്കിംഗ് ഇൻ, നമ്മളെ തന്നെ നോക്കി കണ്ട് ആസ്വദിക്കുന്ന തരത്തിൽ ഒരു പ്രൈവറ്റ് മൂഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു ഡാർക്ക് റൂമിൽ സിനിമ കാണുന്ന രീതി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 54ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേജ് ഓഫ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് തിയറൈസ്ഡ് ബൈ ജാക്വസ് ലാക്കൻ ഡസ് മാൽവേ യൂസ് ടു എക്സ്പ്ലെയിൻ സ്പെക്ടേറ്റർ ഐഡന്റിഫിക്കേഷൻ വിത്ത് മെയിൽ ഹീറോ? അപ്പൊ ഒരു മൂവി കാണുന്ന സമയത്ത് അതിലെ മെയിൽ ഹീറോ എങ്ങനെയാണോ കഥകൾ നോക്കി കാണുന്നത് അതേ രീതിയിലായിരിക്കും മൂവി കാണുന്ന ആളുകളും സ്പെക്ടേഴ്സും നോക്കി കാണുന്നത്. അതിനുവേണ്ടി ഒരു സ്റ്റേജിന്റെ പേര് പറയുന്നുണ്ട്. ആ സ്റ്റേജിന്റെ പേര് മിറർ സ്റ്റേജ് ആണ് കേട്ടോ. മിറർ സ്റ്റേജ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മിറർ സ്റ്റേജ്. മിറർ സ്റ്റേജ് നമ്മൾ കണ്ണാടി കണ്ട് ആസ്വദിക്കുന്നത് പോലെ, കണ്ണാടി കണ്ട് ഒരു കുട്ടി തന്നെ മനസ്സിലാക്കുന്നത് പോലെയാണ് ഒരു മൂവി കാണുന്ന സമയത്ത് അതിൽ നായകൻ എങ്ങനെയാണോ ചുറ്റുപാട് നമ്മളെപ്പോഴും നായകന്റെ പക്ഷത്താണ് നിന്ന് ചിന്തിക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇൻ മാൽവേസ് അനാലിസിസ് വുമൻ ഓൺ സ്ക്രീൻ റെപ്രസെന്റ് എ ത്രെറ്റ് ഓഫ് ഡാഷ് ടു ദ മെയിൽ അൺകോൺഷ്യസ്. ഒരു മൂവിക്കകത്ത് സ്ത്രീകളുടെ സാന്നിധ്യം എന്തിന് ത്രെട്ടായിട്ടാണ് പറയുന്നത്? യെസ്, കാസ്ട്രേഷൻ അല്ലെ, കാസ്ട്രേഷൻ ആൻസൈറ്റി. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന കാസ്ട്രേഷൻ ഉണ്ടല്ലോ, ത്രെട്ട് ഓഫ് കാസ്ട്രേഷൻ ആയിട്ടാണ് പറയുന്നത്. Then, what are the two contradictory methods Malvay identifies that cinema uses to escape the anxiety caused by the female figure? മൂവി എന്ന് പറയുന്നത് ആ സ്ത്രീകൾക്ക് ഉള്ള ആൻസൈറ്റിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള പുരുഷന്മാരുടെ പലതരത്തിലുള്ള ചിന്താഗതികൾക്ക് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? മൂവി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു മൂവിക്കകത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺട്രഡിക്ടറി മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഒരു മൂവി കാണുന്നത് ഒന്നെങ്കിൽ സാഡിസത്തിന്, വോയറിസത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഫെറ്റിഷിസ്റ്റ് സ്കോപ്പോഫീലിയ. ഇപ്പൊ ഒരു കാര്യം കണ്ടു, ഒരു ഒബ്ജക്റ്റ് കണ്ട് നമ്മൾക്ക് പ്ലഷർ കിട്ടുന്നതിനാണ് ഫെറ്റിഷിസ്റ്റ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. വോയറിസം അല്ലെങ്കിൽ സാഡിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവനിലേക്ക് നോക്കി തന്നെ ഒരു രസം കണ്ടെത്തുന്നതിനാണ് വോയറിസം എന്ന് പറയുന്നത്. Then Malvay describes the male protagonist as a spectator's dash through whom the viewer controls the film fantasy. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നു, നമ്മുടെ മാൽവേ പറയുന്നു, ഒരു മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ഒരു സ്പെക്ടേറ്റർ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? സിനിമയുടെ ഫാന്റസിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേര് സ്ക്രീൻ സറോഗേറ്റ് അല്ലെ. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നമ്മളൊരു സ്ക്രീനിലേക്ക് നമ്മളും ആ ഒരു മൂവിയുടെ അംഗമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് സ്ക്രീൻ സറോഗേറ്റ്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഫെറ്റിഷിസ്റ്റ് സ്കോപ്പോഫീലിയ ഓൺ ദ നറേറ്റീവ് ഫ്ലോ ഓഫ് എ ഫിലിം? ഒരു ഫിലിമിന്റെ ഫ്ലോയിൽ
ഫെറ്റിസ്റ്റിക് സ്കോപ്പോഫീലിയ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്? ഫെറ്റിസ്റ്റിക് സ്കോപ്പോഫീലിയ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഫ്രീസസ് ദ നറേറ്റീവ് ടു ഫോക്കസ് ഓൺ ദ വുമൻ ആസ് എ സ്പെക്ടക്കിൾ. ഇവിടെ സ്ത്രീയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. ഒരിക്കലും ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് ചിന്തിക്കാനോ മറ്റുമുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നില്ല. ദെൻ അടുത്ത ചോദ്യം, which director does Malve use as a primary example of fetishistic scopophilia, particularly for his treatment of Marion Dietrich? മെർലിൻ ഡയട്രിക് എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്കോപ്പോഫീലിയ അനുസരിച്ച് മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോസഫ് വോൺ സ്റ്റേൺബർഗ് ആയിട്ടാണ് നമ്മുടെ നിരൂപകർ പറയുന്നത്. Then according to Malve, voyeurism is associated with which psychological impulse? ഇനി വോയറിസം, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡാ പറയുന്നത്. ഒന്നെങ്കിൽ മൂവി യൂസ് ചെയ്യുന്നത് സ്കോപ്പോഫീലിയക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വോയറിസം. എന്താണ് വോയറിസം? വോയറിസം എന്ന് പറഞ്ഞാൽ എ സാഡിസ്റ്റിക് ഇമ്പൾസ് ഇൻവോൾവിംഗ് കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ്, നിയന്ത്രണം, ശിക്ഷ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സാഡിസ്റ്റിക് ഇമ്പൾസ് ആണ് വോയറിസം എന്ന് പറയുന്നത്. ദെൻ 61ാമത്തെ ചോദ്യം, in what specific film journal was Visual Pleasure and Narrative Cinema first published in 1975? 1975 വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ഈ ഒരു എസ്സേ ഏത് ഫിലിം ജേർണലിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സ്ക്രീൻ. ഓപ്ഷൻ സി, സ്ക്രീൻ എന്ന് പറയുന്നില്ല. ദെൻ അടുത്തത്, വാട്ട് ഡസ് മൾവേ പ്രപ്പോസ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ടു ചലഞ്ച് ദ മെയിൽ ഗേസ്? അടുത്തൊരു ചോദ്യം, വാട്ട് ഡസ് മൾവേ പ്രപ്പോസ്? മൾവേ എന്താണ് പ്രപ്പോസ് ചെയ്യുന്നത് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ടു ചലഞ്ച് ദ മെയിൽ ഗേസ്? മെയിൽ ഗേസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഫ്രീയിങ് ദ ലുക്ക് ഓഫ് ദ ക്യാമറ ഇൻ ടു ഇറ്റ്സ് ഓൺ ടൈം ആൻഡ് സ്പേസ്. ക്യാമറ സ്ത്രീകൾക്ക് നേരെ നോക്കാതെ എന്താണോ അവിടെ ആവശ്യം ആ ഒരു ടൈമിലേക്കും സ്പേസിലേക്കും നോക്കുക. സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണ്ട് അതൊരു പ്ലഷറിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റ് ആയിട്ട് കാണാതെ. ദെൻ അടുത്ത ചോദ്യം, Malve suggests that mainstream cinema house advanced its star specifically through which of the following? ഇന്നത്തെ മുഖ്യധാര മൂവികൾ അതിന്റെ ഒരു ചാം നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്റഡ് മാനിപ്പുലേഷൻ ഓഫ് വിഷ്വൽ പ്ലഷർ. ഈ ഒരു വിഷ്വൽ പ്ലഷർ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് മൂവീസ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത്. അവയുടെ സ്ഥാനം ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. Then അടുത്ത question, according to Malve, the male gaze is fundamentally composed of which two psychological elements? നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ എലമെന്റ്സ് കൊണ്ടാണ് മെയിൽ ഗേസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വോയറിസം ആൻഡ് നാർസിസം. കേട്ടോ, നാർസിസം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സ്കോപ്പോഫീലിയ എന്നും പറയാം. വോയറിസം ആൻഡ് നാർസിസം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, in her analysis of spatial construction, what does Malve call the visual framework that classical Hollywood cinema adopts from Renaissance art? Renaissance art in classical Hollywood cinema അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്പാഷ്യൽ കൺസ്ട്രക്ഷനെ പറയുന്ന പേര് റിനൈൻസൻസ് സ്പേസ്. വളരെ സിമ്പിൾ ആണ്, റിനൈൻസൻസ് സ്പേസ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റിനൈൻസൻസ് ആർട്ടിൽ നിന്നാണ് ഇന്നത്തെ പല ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയും അതിന്റെ ഒരു വിഷ്വൽ ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ റിനൈൻസൻസ് ആർട്ടിലും സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുക, പല സ്കൾപ്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? യെസ്. Then how does Joseph von Sternberg's use of the gaze differ from Alfred Hitchcock? രണ്ടുപേരും സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്ത ആളുകളാണ്. എന്നാൽ സ്റ്റേൺബർഗും ആൽഫ്രഡ് ഹിച്ച്കോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലൊരാള് വോയറിസവും മറ്റൊരാള് സ്കോപ്പോഫീലിയയും തുടരുന്ന ആളുകളാണ്. സോ സ്റ്റേൺബർഗ് എംഫസൈസ് പ്യൂർ എറോട്ടിക് സ്പെക്ടക്കിൾ ഓവർ നറേറ്റീവ്. നറേഷൻ അല്ല സ്റ്റേൺബർഗ് നോക്കുന്നത്, അയാൾ പൂർണ്ണമായിട്ടും ഒരു എറോട്ടിക് സ്പെക്ടക്കിൾ ആണ് നോക്കുന്നത്. എന്നാൽ ഹിച്ച്കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേൺബർഗ് സ്കോപ്പോഫീലിയയും ഹിച്ച്കോക്ക് വോയറിസവുമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ദെൻ 67ാമത്തെ ചോദ്യം, Malve argues that to elevate castration anxiety on narrative level, the female characters must be. പലപ്പോഴും കാണികൾക്ക് ഈ ഒരു കാസ്ട്രേഷൻ ആൻസൈറ്റി, നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് അതുപോലെ തന്നെ എലക്ട്ര കോംപ്ലക്സ് ഒക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് അമ്മയോട് ആൺകുട്ടികൾക്ക് പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നു, അതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് കാസ്ട്രേഷൻ ആൻസൈറ്റി. അപ്പൊ ഒരു കാസ്ട്രേഷൻ ആൻസൈറ്റി ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടി
ഫീമെയിൽ ക്യാരക്ടറിൽ എന്താണ് കൊണ്ടുവരുന്നത്? ഈസ് ഫൗണ്ട് ഗിൽറ്റി ഓർ പണിഷ്ഡ്. ഫീമെയിൽ ക്യാരക്ടർ എന്തൊക്കെയോ ഒരു പ്രശ്നമൊക്കെ ഉള്ള ആളാണ്, അപ്പൊ ആളെ ശിക്ഷിക്കപ്പെടണം എന്നൊരു പ്രതീതിയാണ് അവിടെ കൊണ്ടുവരുന്നത്. Then which of the following describes narcissistic scopophilia in Malway's theory? മാൽവേയുടെ തിയറിയിൽ നാർസിസ്റ്റിക് സ്കോപ്പോഫീലിയ വിശദീകരിക്കുന്നത് എന്തിനെയാണ്? സോ ഐഡന്റിഫൈങ് വിത്ത് ഐഡിയലൈസ്ഡ് ഈഗോ ഐഡിയൽ ഓൺ ദ സ്ക്രീൻ. അപ്പൊ നാർസിസ്റ്റിക് സ്കോപ്പോഫീലിയയിൽ ഒരാള് സ്ക്രീനിൽ കാണുന്നത് തന്നെ തന്നെയാണ്. അപ്പൊ സ്ക്രീനിൽ കാണുന്ന നായകൻ തന്റെ സ്ഥാനത്താണ്. അപ്പൊ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് നായകൻ അവിടെ ചെയ്യുന്നത് എന്ന് ഒരു സ്പെക്ടേറ്റർ സങ്കല്പിക്കുന്നു. Then Malway calls director Bud Bolger to support her claim that women in cinema have no meaning. What is the full sentiment of that quote? Malway Bud Bolger എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കോട്ട് കൊണ്ടുവരുന്നുണ്ട്. വുമൻ ഇൻ സിനിമ ഹാവ് നോ മീനിങ് എന്നാ പറയുന്നത്. എന്താണ് അതിനർത്ഥം? ഇൻ ഹെർസെൽഫ് ദ വുമൻ ഹാസ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് ഇമ്പോർട്ടൻസ്. ഒരു ചെറിയ ഇമ്പോർട്ടൻസ് പോലും അവിടെ സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ദെൻ 70ാമത്തെ ചോദ്യം, വാട്ട് ഡസ് മാൽവേ സജസ്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ് അലൈനിങ് ദ സ്പെക്ടേറ്റേഴ്സ് ഗേസ് വിത്ത് ക്യാമറാസ് ഗേസ്? ക്യാമറയുടെ ഗേസും സ്പെക്ടേറ്ററിന്റെ ഗേസും അലൈൻ ചെയ്യുന്നതിലൂടെ അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് റീഇൻഫോഴ്സ് ദ ഇലൂഷൻ ഓഫ് കൊഹറന്റ് റിയലിസ്റ്റിക് വേൾഡ് ഫ്രം എ പ്രിവിലേജ് മെയിൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ പ്രിവിലേജ് മെയിൽ പെർസ്പെക്റ്റീവ്, മെയിൽസിന്റെ പെർസ്പെക്റ്റീവ് ആണ് വളരെ പ്രിവിലേജ്ഡ്. ആ ഒരു രീതിയിലുള്ള ഒരു ഇല്യൂഷൻ മൂവിയിലൂടെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇവര് ശ്രമിക്കുന്നത്. ഓക്കെ, ദെൻ 71ാമത്തത്, വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് ഓഫ് ദ വേസ് മാൽവേ ക്ലൈംസ് സിനിമ ഹാൻഡിൽസ് ദ ത്രെഡ് ഓഫ് കാസ്ട്രേഷൻ പോസ്ഡ് ബൈ വുമൺ? താഴെ തന്നിരിക്കുന്നതിൽ ത്രെഡ് ഓഫ് കാസ്ട്രേഷൻ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി സബ്ലിമേഷൻ ആണ് കേട്ടോ. സബ്ലിമേഷൻ, ഇഗ്നോറിംഗ് ദ വുമൻ എൻറ്റയർലി എന്നാണ് അതിന്റെ അർത്ഥം. അതിനെക്കുറിച്ച് പറയുന്നില്ല, അപ്പൊ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി 3 നമ്മൾ നോക്കിയാൽ മതി. ത്രെഡ് ഓഫ് കാസ്ട്രേഷന്റെ ഭാഗമായിട്ട് ആ സ്ത്രീകളെ കുറിച്ച് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് വോയറിസം. വോയറിസവും ഫെറ്റിഷിസവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വോയറിസം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ വുമൻ, സ്ത്രീകളെ എന്തോ തെറ്റ് ചെയ്തതുപോലെ അവിടെ അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് ആയിട്ട് ആളെ മാറ്റുക എന്നുള്ളതാണ്. ദെൻ ഡിവാലുവേഷനും വരുന്നുണ്ട്. അതും ഈ വോയറസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്ത്രീകളെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 72. മാൽവേ കൺക്ലൂഡ്സ് ദാറ്റ് ഫോർ ആൻ ആൾട്ടർനേറ്റീവ് സിനിമ ടു എക്സിസ്റ്റ് ഫിൽം മേക്കേഴ്സ് മസ്റ്റ്. ഒരു ആൾട്ടർനേറ്റീവ് സിനിമ ഉണ്ടാകണമെങ്കിൽ ഫിൽം മേക്കർ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു നല്ല തരത്തിലുള്ള മൂവി ഉണ്ടാകണമെങ്കിൽ ഫ്രീ ദ ലോക്ക് ഓഫ് ദ ക്യാമറ ഫ്രം ദ കോൺസ്ട്രെയിൻസ് ടു ദ നറേറ്റീവ് ഇൻ ദ മെയിൽ ഗേസ്. അപ്പൊ മെയിൽ ഗേസിൽ നിന്നും ഈ ഉള്ള ഒരു മെയിൽ നറേഷനിൽ നിന്നും ഒക്കെ മൂവി മോചിപ്പിക്കപ്പെടണം എന്നാണ് പറയുന്നത്. Then Malway identifies a fundamental tension in cinema between narcissist drive and the libidinal drive. How does two typically manifest the spectators' experience? ഇപ്പൊ ഇവിടെ 2 തരത്തിലുള്ള ഫണ്ടമെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ വളരെ കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ള മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നാർസിസ്റ്റിക് ഡ്രൈവും മറ്റൊന്ന് ലിബിഡിനൽ ഡ്രൈവും, അഥവാ ഒന്ന് വോയറിസവും മറ്റൊന്ന് സ്കോപ്പോഫീലിയയും. അപ്പൊ ഇതിലൂടെ ഒരു സ്പെക്ടേറ്ററിന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നാർസിസം എന്ന് പറയുന്നത്, നാർസിസം ത്രൂ ഐഡന്റിഫിക്കേഷൻ വിത്ത് മെയിൽ ഈഗോ ഐഡിയൽ. നാർസിസം ഒരു മെയിൽ ഈഗോ ഐഡിയലിനെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ലിബിഡോ സ്കോപ്പോഫീലിക് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ദ ഫീമെയിൽ ഫോം. അപ്പൊ സ്ത്രീകളുടെ ഒരു ഒബ്ജക്ടിഫിക്കേഷന് വേണ്ടിയാണ് സ്കോപ്പോഫീലിയ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. So Malway argues that cinema reconciles the ego's need for a powerful surrogate. പവർഫുൾ സറോഗേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സ്ക്രീനിൽ നടക്കുന്നത് എന്ന രീതിയിൽ. ഇതിനാണ് നമ്മൾ വോയറിസം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്ന രീതിയിൽ അവിടെ വരുന്നുണ്ട്. അതുപോലെ സെക്ഷൽ ഇൻസ്റ്റിങ്സ് നീഡ് ഫോർ ആൻ ഒബ്ജക്ട് ഓഫ് ഡിസയർ. ഒരു വസ്തുവിനെ വളരെ പ്ലഷറബിൾ ആയിട്ട് കാണുന്നതിനാണ് ലിബിഡിനൽ സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 74ാമത്തെ ചോദ്യം, ഇൻ മാൽവേസ് ലാക്കനിയൻ ഫ്രെയിംവർക്ക് വൈ ഇസ് ദ മെയിൽ ഹീറോ കമ്പയർഡ് ടു ദ മിറർ സ്റ്റേജ്? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാക്കനിയൻ ഫ്രെയിംവർക്ക് പ്രകാരം ഒരു മെയിൽ ഹീറോയുടെ മിറർ സ്റ്റേജിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? ഒരു സ്പെക്ടേറ്റർ കാണുന്ന സമയത്ത് ഒരു മിറർ സ്റ്റേജിലാണ് ഒരു സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ഹീറോ നിൽക്കുന്നത്. So he serves as a more perfect ideal ego with the spectator identifies to compensate for their own lack.
ഒരു സ്പെക്ടേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ക്രീനിലൂടെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് സ്പെക്ടേറ്റർ ഹീറോയെ കാണുന്നത് അല്ലെ. ഏതുപോലെ ജസ്റ്റ് ആസ് എ ചൈൽഡ് ഇൻ ദ മിറർ സ്റ്റേജ് റെക്കഗ്നൈസ് ആസ് എ മോർ കംപ്ലീറ്റ് ഈഗോ ഐഡിയൽ ഇൻ എ റിഫ്ലക്ഷൻ. ഒരു കണ്ണാടിയിലൂടെ ഒരു വ്യക്തി നോക്കുമ്പോൾ അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആൾക്ക് തോന്നുന്നത് പോലെയാണ് ഒരു സ്പെക്ടേറ്റർ മൂവിയിലേക്ക് നോക്കുന്ന സമയത്ത് അതിലെ ഹീറോയെ തന്റെ തന്നെ ഒരു പൂർണ്ണതയുള്ള ഒരു കംപ്ലീറ്റ് വേർഷൻ ആയിട്ടാണ്, ഒരു ഫ്ലോലെസ് വേർഷൻ ആയിട്ടാണ് ആൾ കാണുന്നത്. Then, according to Malway, how does fetishistic scopophilia differ from voyeurism in its psychological management of castration anxiety? Castration anxiety മാനേജ് ചെയ്യുന്ന സമയത്ത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തന്നെ ഏറ്റവും വിമർശന വിധേയമായിട്ടുള്ള ഒരു തിയറിയാണ് കാസ്ട്രേഷൻ ആൻസൈറ്റി. അപ്പൊ അതിനകത്ത് ഫെറ്റിസ്റ്റിക് സ്കോപ്പോഫീലിയയും വോയറിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? ഇപ്പൊ മാൽവേ ഇവിടെ പറയുന്നത്, Malway distinguished between sadistic voyeurism that seeks to break the woman's mystery through punishment and guilt. ഇപ്പൊ നമ്മുടെ ഹിച്ച്കോക്ക് എന്ന ഡയറക്ടർ മുന്നോട്ട് വെക്കുന്നത് വോയറിസം ആണ്. വോയറിസം എന്ന് പറയുമ്പോൾ വെറും ഒരു വിഷ്വൽ പ്ലഷർ മാത്രമല്ല അവിടെ ഉണ്ടാവുക, മറിച്ച് സ്ത്രീകൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആളെ ഗിൽറ്റ് നേരിടുന്ന ആളാണ്, ആളെ പണിഷ് ചെയ്യണം എന്നൊക്കെ അതിനകത്ത് വരും. അപ്പൊ അതിനകത്തൊരു സാഡിസ്റ്റിക് വോയറിസം ആണ് അതിനകത്ത് വരുന്നത്. എന്നാൽ ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ടേൺസ് ഹെർ ഇൻടു എ സെൽഫ് കണ്ടെയ്ൻഡ് റിയഷറിംഗ് സ്പെക്ടേറ്റർ ടു ഇഗ്നോർ ദ ത്രെറ്റ് ഓഫ് ലാക്ക്. അപ്പൊ പുരുഷനെ പോലെയല്ല ഞാൻ, അല്ലെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഏജന്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. നമ്മൾ പെനിസ് എൻവി ഒക്കെ പറയുന്നത് അവിടെയാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ പൂർണ്ണമായിട്ടും ഒരു ഒബ്ജക്ടിഫൈ ചെയ്യുന്നതാണ് സ്റ്റേൺബർഗ് ചെയ്യുന്ന തരത്തിലുള്ള സ്കോപ്പോഫീലിയയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ what is the specific ideological function of Renaissance space in classical Hollywood cinema according to Malway? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു റിനൈസൻസ് സ്പേസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ദാറ്റ് ഹൈഡ്സ് ദ ക്യാമറാസ് പ്രസൻസ് ആൻഡ് റീഇൻഫോഴ്സിംഗ് ദ സ്പെക്ടേഴ്സ് സെൻസ് ഓഫ് ഓംനിപൊട്ടൻസ്. അപ്പൊ അവിടെ ഒരു ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂവി കാണുന്ന സമയത്ത് ഒരാൾക്ക് ഇതെല്ലാം ഒരു ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്തതായിട്ടല്ല തോന്നുന്നത്, മറിച്ച് ഇതെല്ലാം ഞാനൊരു റിയാലിറ്റിയിൽ കാണുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് റിനൈസൻസ് സ്പേസ്. റിനൈസൻസ് സ്പേസിൽ മിക്കവാറും സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നറേഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ Malway quotes Bouticher to illustrate that woman in narrative cinema is bearer of meaning, not the maker of meaning. അല്ലെ, സ്ത്രീകള് bearer of meaning ആണെന്നല്ല, മേക്കർ അല്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, ദ ഫീമെയിൽ ക്യാരക്ടർ ഫങ്ഷൻസ് ഓൺലി ആസ് പാസീവ് സിഗ്നിഫയർ ഓഫ് മെയിൽ ഡിസയർ. അപ്പോൾ മെയിൽ ഡിസയേഴ്സിന്റെ ഒരു പാസീവ് സിഗ്നിഫയർ മാത്രമാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിരിക്കും അവിടുത്തെ നറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 78ാമത്തെ ചോദ്യം, വൈ ഡസ് മാൽവേ കോൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലഷർ ആസ് എ റാഡിക്കൽ ഫെമിനിസ്റ്റ് സ്ട്രാറ്റജി? മാൽവേ പറയുന്നു, നമ്മൾ ഈ ഒരു പ്ലഷർ ഉണ്ടല്ലോ, ഈ ഒരു വിഷ്വൽ പ്ലഷർ നമ്മൾ നശിപ്പിച്ചു കളയണം, എന്നാൽ മാത്രമേ ഇവിടെ ഒരു റാഡിക്കൽ ഫെമിനൈൽ സ്ട്രാറ്റജി സാധ്യമാവുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം ടു ഡിസ്മാൻഡിൽ ദ ഫാലോസെൻട്രിക് ഓർഡർ ഓഫ് സിനിമ ദാറ്റ് റിലൈസ് ഓൺ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഫീമെയിൽ ഇമേജ് ഓഫ് ദ മെയിൽ സാറ്റിസ്ഫാക്ഷൻ. മൂവിയിൽ കണ്ടുവരുന്ന ആ ഒരു ഫാലോസെൻട്രിക് ഓർഡർ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനത്തെ ഉദ്ദേശം. അത് നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ഒരു വിഷ്വൽ പ്ലഷർ എന്ന് പറയുന്ന നറേഷനിൽ നിന്നും മൂവി രക്ഷപ്പെടുകയുള്ളൂ. Okay, then 79. In her analysis of Alfred Hitchcock, how does Malway define the role of the look in films like Rear Window? ഹിച്ച്കോക്കിന്റെ റിയർ വിൻഡോ എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒക്കെ ലുക്ക് എന്ന് പറയുന്ന ഗെയ്സ് എന്ന് പറയുന്നതിന്റെ റോളിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? സോ ദ ആക്ട് ഓഫ് ലുക്കിംഗ് ഈസ് ഇറ്റ്സെൽഫ് ദ നറേറ്റീവ് കണ്ടന്റ്. അപ്പൊ നോക്കുക, അത് ഗെയ്സ് എന്നത് തന്നെ ഒരു നറേറ്റീവ് കണ്ടന്റ് ആയിട്ടാണ് ഹിച്ച്കോക്ക് മുന്നോട്ട് വെക്കുന്നത്. മിററിംഗ് ദ സ്പെക്ടേറ്റേഴ്സ് ഓൺ വോയറിസ്റ്റിക് പൊസിഷൻ ഇൻ ദ സിനിമ. സിനിമയിൽ സ്പെക്ടേറ്ററിന് ഒരു വോയറിസ്റ്റിക് പൊസിഷൻ, അപ്പോൾ അവിടെ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ലേഡിയും ആ ലേഡി നേരിടുന്ന പണിഷ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മാൽവേ സജസ്റ്റ് ഹാപ്പൻസ് ടു ദ ഫീമെയിൽ സ്പെക്ടേറ്റർ ഇൻ എ സിനിമ ഡോമിനേറ്റഡ് ബൈ ദ മെയിൽ ഗേസ്? മെയിൽ ഗേസ് ഉള്ള ആ ഒരു മൂവിയില് ഒരു ഫീമെയിൽ സ്പെക്ടേറ്റർ എന്താണ് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് മാൽവേ സജസ്റ്റ് ചെയ്യുന്നത്? സോ നമുക്ക് നോക്കാം, എന്താണ് ഒരു ഫീമെയിൽ
സ്പെക്ടേറ്ററിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആള് ചോദിക്കുന്നത്. ഷീസ് ഫോഴ്സ്ഡ് ടു ബോറോ ദ മെയിൽ ഗേസ്. അപ്പൊ ഒരു ഫീമെയിൽ സ്പെക്ടേറ്റർ ആണെങ്കിൽ കൂടിയും മെയിൽ ഗേസ് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ഐഡന്റിഫൈങ് ക്രോസ് ജെൻഡേർഡ് വിത്ത് ആക്റ്റീവ് മെയിൽ പ്രൊട്ടാഗനിസ്റ്റ്. അപ്പൊ ആള് ഒരു ഫീമെയിൽ ആണെങ്കിൽ കൂടിയും ഒരു മെയിൽ ഗേസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മൂവി കാണുന്ന സമയത്ത് ഒരു മെയിലിനെ പോലെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ആള് മൂവി കാണുന്നത്. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. Then which of the following best describe Malve's view on the magic of Hollywood cinema? ഹോളിവുഡ് സിനിമയുടെ മാജിക് ആയിട്ട് മാൽവേ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? So it is a powerful system of visual pleasure that while captivating is built upon oppressive patriarchal structures. അല്ലെ, ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് കാരണം നിർമ്മിതമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള വിഷ്വൽ പ്ലഷർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നറേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ഹോളിവുഡ് മൂവിയിലൊക്കെ കാണാൻ പറ്റുന്നത്. Then what technical change does Malve advocate for in an alternative cinema to break the voyeuristic spell? ഇപ്പൊ ഇതൊക്കെ പലതവണ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു voyeuristic spell നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മേക്കിംഗ് ദ ക്യാമറാസ് പ്രസൻസ് നോൺ ടു ദ ഓഡിയൻസ് ടു ബ്രേക്ക് ദ ഇല്യൂഷൻ ഓഫ് പ്രൈവസി. ഇതൊക്കെ ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത സംഗതിയാണ് എന്ന് ആരെ ബോധ്യപ്പെടുത്തണം? ഒരു സ്പെക്ടേറ്ററിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവനിലുള്ള വോയറിസവും സ്കോപ്പോഫീലിയയും ഒക്കെ തകർത്ത് കളയണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ജൂഡിത്ത് ബട്ട്ലറിന്റെ വർക്കാണ്, അല്ലെ, സെക്സ് ജെൻഡർ എന്ന് തുടങ്ങുന്ന എസ്സേയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. Then according to Judith Butler, what is a major problem with the traditional feminist subject women? ട്രഡീഷണൽ ഫെമിനിസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള വുമൻ, അതിലെ പ്രധാന പ്രശ്നം എന്താണ്? അപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ പ്രശ്നമുള്ള ഒരു സംഭവമായിട്ട് ആള് പറയുന്നുണ്ട്. കാരണം ഇറ്റ് അസ്യൂംസ് എ പ്രീ എക്സിസ്റ്റിംഗ് സ്റ്റേബിൾ ഐഡന്റിറ്റി ദാറ്റ് നീഡ്സ് റെപ്രസെന്റേഷൻ. വിമൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിനകം തന്നെ പ്രീ എക്സിസ്റ്റഡ് ആണ്. അത് പെർഫോമൻസിലൂടെ വരുന്നതല്ല. ആള് ജെൻഡറും സെക്സ് ഒക്കെ പെർഫോമൻസിലൂടെ വരുന്നതാണെന്നാണ് ബട്ട്ലർ അവകാശപ്പെടുന്നത്. സോ വിമൻ എന്ന് പറയുന്ന സബ്ജക്ട് അത് പ്രീ എക്സിസ്റ്റിംഗ് ആണ്, സ്റ്റേബിൾ ആണ്, അല്ലെ, സ്റ്റേബിൾ ആണ്. അത് റെപ്രസെന്റേഷൻ ആവശ്യമുള്ള ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. അതാണ് വുമൻ എന്നതിലെ പ്രശ്നമായിട്ട് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. Then in gender trouble, Butler argues that gender is not a dash attribute. ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് അല്ല, ഒരു ഇന്റേണൽ അല്ല, മറിച്ച് പെർഫോമേറ്റീവ് ആണ്, കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്, ഫ്ലൂയിഡ് ആണ് എന്നാണ് ബട്ട്ലർ അവകാശപ്പെടുന്നത്. ഓക്കെ, then what does Butler mean by performative nature of gender? ജെൻഡറിന്റെ പെർഫോമേറ്റീവ് നാച്ചറിനെ കുറിച്ച് ബട്ട്ലർ എന്താണ് അർത്ഥമാക്കുന്നത്? യെസ്, ജെൻഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സ്റ്റൈലിസ്റ്റിക് റിപ്പീറ്റേഷൻ ഓഫ് ആക്ട്. വളരെ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ചില ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ജെൻഡർ വരുന്നത്. അപ്പൊ ഓരോ ജെൻഡറും അവരുടേതായിട്ടുള്ള ചില പെർഫോമൻസ് ഉണ്ട്. ആ പെർഫോമൻസിലൂടെയാണ് ഓരോ ജെൻഡറും സ്ഥാപിക്കപ്പെടുന്നതെന്നാണ് അവർ പറയുന്നത്. Then Butler challenges the distinction between sex and gender by arguing that സെക്സും ജെൻഡറും വ്യത്യസ്തമാണ് എന്നതിൽ ആര് അനുകൂലിക്കുന്നില്ല? ബട്ട്ലർ അനുകൂലിക്കുന്നില്ല. അവര് പറയുന്നത് സെക്സും എന്ത് തന്നെയാണ്? കൾച്ചറലി കൺസ്ട്രക്റ്റ് ആണ്. ജെൻഡറും സെക്സും രണ്ടും കൾച്ചറൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് ആൾ അവകാശപ്പെടുന്നത്. Then what is the heterosexual matrix as described by Butler? ഈ ബട്ട്ലർ പറയുന്ന മറ്റൊരു സംഗതിയാണ് ഹെട്രോസെക്ഷൽ മാട്രിക്സ്. എന്താണ് ഹെട്രോസെക്ഷൽ മാട്രിക്സ് എന്ന് ചോദിച്ചാൽ a framework that forces a binary link between sex, gender and desire. സെക്സ്, ജെൻഡർ, ഡിസയർ ഇതിനൊക്കെ എന്തുണ്ടാകണം? ഒരു ബൈനറി ഉണ്ടാകണം, അല്ലെ, ഇപ്പുറത്തൊരു മെയിൽ ഇപ്പുറത്തൊരു ഫീമെയിൽ ഇങ്ങനെ ഉണ്ടാകണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ് ഹെട്രോസെക്ഷൽ മാട്രിക്സ്. അവർ പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒരു ബൈനറി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ലെന്നാണ് ബട്ട്ലർ അവകാശപ്പെടുന്നത്. Then which philosopher's statement does Butler reinterpret by saying one is not born but rather becomes a woman? ഒരാൾ സ്ത്രീയായിട്ട് ജനിക്കുന്നതല്ല, സ്ത്രീ ആയി തീരുന്നതാണ് എന്ന് സൈമൺ ഡി ബോവർ പറഞ്ഞിട്ടുണ്ട്. ആ കോട്ടാണ് ആര് ഉദ്ധരിച്ചിട്ടുള്ളത്? ബട്ട്ലർ ഉദ്ധരിച്ചിട്ടുള്ളത്. Then Butler claims that gender is not to culture as sex to nature. Gender is also that. Gender കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്, സെക്സ് ബയോളജിക്കൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. ജെൻഡറും എന്ത് തന്നെയാണ്? ഡിസ്കർസീവ് മീൻസ് ബൈ വിച്ച് എ നാച്ചുറൽ സെക്സ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അതും ഡിസ്കർസീവ് ആണ്, അഥവാ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്, എന്തല്ല, നാച്ചുറൽ അല്ല എന്നുള്ളതാണ്. ലൈക് ജെൻഡർ ഈസ് ആൾസോ ദ ഡിസ്കർസീവ് മീൻ ബൈ വിച്ച് എ നാച്ചുറൽ സെക്സ് ഇസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണോ നാച്ചുറൽ സെക്സ്, അതുപോലെ തന്നെയാണ് നമ്മൾ ജെൻഡറിനെയും കാണേണ്ടത്. രണ്ടും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത്. Then for Butler, the subject of feminism is produced by.
ബട്ട്ലറിനെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസത്തിലെ സബ്ജക്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദ വെരി പവർ സ്ട്രക്ചർ ഇറ്റ് സീക്സ് ടു ഇമാൻസിപ്പേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം. ഫെമിനിസം എന്ന് പറയുന്നത് വെരി പവർ സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെ? ദ വെരി പവർ, വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ്. സ്ട്രക്ചേഴ്സ് ഇറ്റ് സീക്സ് ടു ഇമാൻസിപ്പേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പല കൺസ്ട്രക്ഷൻസും നടത്താൻ പറ്റും. Then what does Butler suggest is a method to subvert or trouble gender. Gender trouble അല്ലെങ്കിൽ subvert gender എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പാരഡി. പാരഡി ആണ് കേട്ടോ, പാരഡി. ഓക്കെ. Then according to the text, metaphysics of substance is used to. Metaphysics of substance എന്നതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? Make gender appears as a natural stable form. ജെൻഡറിനെ ഒരു നാച്ചുറൽ സ്റ്റേബിൾ ആയിട്ട് പറയാ. ഒരിക്കലും ഒരു ജെൻഡർ സ്റ്റേബിൾ ആകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല, ചേഞ്ചബിൾ ആയിരിക്കുമെന്നാണ് ബട്ട്ലർ പറയുന്നത്. Then Butler argues that feminist identity politics can be self-defeating if it. ഇനി ഫെമിനിസ്റ്റ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം അത് പലപ്പോഴും സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. കാരണം അഡോപ്റ്റ്സ് ദ സെയിം ഒപ്രസീവ് കാറ്റഗറീസ് ദാറ്റ് ക്രിയേറ്റഡ് വുമൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അവിടെയും നമുക്കൊരു ഒപ്രസീവ് കാറ്റഗറി തന്നെയാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അവിടെയും ഉള്ളതായിട്ട് ആള് വിമർശിക്കുന്നു. Then which phrase best describes Butler's views on the subject in relation to Gender Act? ജെൻഡർ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് സബ്ജക്ട്, അവിടുത്തെ സബ്ജക്ട് പേഴ്സൺ ആണ്. ഒരു പേഴ്സണെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? യെസ്, there is no gender identity behind the expression of gender. ജെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റില്ല. Then according to Butler, how does the law create its own legitimacy regarding subjects? അടുത്ത ബട്ട്ലർ പറയുന്നത് ഹൗ ഡസ് ദ ലോ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ലെജിറ്റിമസി റിഗാർഡിംഗ് സബ്ജക്ട്സ്. സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പേഴ്സൺസ് ആണ്. പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട് ലെജിറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്? എങ്ങനെ ആയിരിക്കണം? ബൈ ക്രിയേറ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് എ സബ്ജക്ട് ബിഫോർ ദ ലോ ടു യൂസ് ആസ് എ നാച്ചുറൽ ഫൗണ്ടേഷൻ. ആദ്യം കോൺസെപ്റ്റ് ഓഫ് എ സബ്ജക്ട്, എന്താണ് ആ സബ്ജക്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, ക്രിയേറ്റ് ചെയ്യണം അവിടെ ഒരു ലോ കൊണ്ടുവരുന്നതിന് മുന്നേ. അപ്പൊ അവിടെ അത് നാച്ചുറൽ ആണ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് അവിടെ ആ ഒരു സബ്ജക്ട് എന്ന് നമ്മൾ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. Then Butler suggests that sex is not a neutral biological base. Rather, sex എന്തല്ല, ഒരു ന്യൂട്രൽ ബയോളജിക്കൽ ബേസ് അല്ല, മറിച്ച് അതൊരു റിയാലിറ്റി എഫക്റ്റ് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ വയലന്റ് ഡിസ്കസീവ് പ്രോസസ്, അല്ലെ വളരെ വയലന്റ് ഡിസ്കസീവ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന ഒരു റിയാലിറ്റി എഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. Then what term does Butler uses for the grid of cultural intelligibility that naturalize bodies and essays? ശരീരത്തെയും അതുപോലെ ആഗ്രഹങ്ങളെയും ഒക്കെ നാച്ചുറലൈസ് ചെയ്യുന്ന ആ ഒരു കൾച്ചറൽ ഇന്റലിജബിൾ ഗ്രിഡിനെ പറയുന്ന പേര് ഹെട്രോസെക്ഷൽ മാട്രിക്സ്. അപ്പൊ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം, ആ ഒരു ബൈനറി നിർബന്ധമായിട്ടും വേണം എന്നൊക്കെ പറയുന്നതാണ് സെക്ഷൽ മാട്രിക്സ്. Then Butler claims that gender is a corporeal style or act that is both. Gender എന്ന് പറയുന്നത് ഒരു കോർപ്പറിയൽ സ്റ്റൈലാണ്, ആക്ട് ആണ് എന്ന് പറയാനുള്ള കാരണം അത് ഇന്റൻഷണൽ ആണ്, അല്ലെ? ജെൻഡർ ഇന്റൻഷണൽ ആണ്, പെർഫോമേറ്റീവ് ആണ്. ഒരു പെർഫോമൻസിൽ നിന്നാണ് ജെൻഡർ വരുന്നത്. അത് ചേഞ്ചബിൾ ആണ് എന്നും ബട്ട്ലർ പറയുന്നുണ്ട്. Then why does Butler critique the insistence on the coherence and unity of the category of women? സ്ത്രീകൾക്കിടയിൽ ഒരു കൊഹറൻസ്, ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടാകണമെന്ന് ആൾ എന്തുകൊണ്ട് നിർബന്ധം പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഫ്യൂസസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇന്റർസെക്ഷൻസ്. നമ്മുടെ കൾച്ചർ, നമ്മുടെ സോഷ്യൽ ഒക്കെ പറയുന്ന ഒരു ഇന്റർസെക്ഷനാലിറ്റി ഉണ്ടല്ലോ, അതിനെ ആര് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്? ജൂഡിത്ത് ബട്ട്ലർ. Then for Butler, if gender is performative, this means it is. ജെൻഡർ പെർഫോമേറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എ സീരീസ് ഓഫ് ആക്ട്സ് ആൻഡ് ജസ്റ്റേഴ്സ് റേറ്റ് അണ്ടർ സോഷ്യൽ കോൺസ്ട്രെയിൻസ്. ഒരു സാമൂഹിക കോൺസ്ട്രെയിൻസിനുള്ളിൽ നിരന്തരം ചെയ്യേണ്ട ചില ജസ്റ്റേഴ്സും ആക്ട്സും ഉണ്ട് എന്നതാണ് ജെൻഡർ പെർഫോമേറ്റീവ്. അഥവാ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചെയ്യുക, പുരുഷനാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ ഒരു സോഷ്യൽ കോൺസ്ട്രെയിൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. Then Butler argues that representation will make sense for feminism only when. എപ്പോഴാണ് ഫെമിനിസത്തിന് ഒരു സെൻസ് ഉണ്ടാകുന്നത്, ഫെമിനിസത്തിലെ റെപ്രസെന്റേഷൻ ഒരു സെൻസ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ,
the category of women is no longer perceived to be stable or pre-given. സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക, അല്ലെ? സ്ത്രീത്വം എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ അല്ല. അതിനും ആ ഒരു കോൺസെപ്റ്റിനും വ്യത്യാസമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയണം? ഫെമിനിസത്തിന് കഴിയണം. Then what does Butler identify as a primary way to subvert or make trouble for gender binary? ഈ ജെൻഡർ ബൈനറിയുടെ ട്രബിൾ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? യെസ്, പാരഡൈക് റിപ്പിറ്റേഷൻ ആൻഡ് സബ്വേഴ്സീവ് റീഡിപ്ലോയ്മെന്റ് ഫ്രം വിത്തിൻ എ എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള വ്യവസ്ഥിതികളെ എന്ത് ചെയ്യണം? തകിടം മറിക്കണം, അല്ലെ? അതിനെ തകിടം മറിക്കുക എന്നുള്ളതാണ്. ദെൻ 101ാമത്തെ ചോദ്യം, ബട്ട്ലർ യൂട്ടിലൈസ് എ ഫുക്കാൾട്ടിയൻ genealogical approach to the category of women to demonstrate that. മിഷേൽ ഫോക്കോയുടെ അതേ ഒരു ജിനോളജിക്കൽ അപ്രോച്ച് ബട്ട്ലർ സ്വീകരിക്കുന്നുണ്ട്. എന്താണ്? The subject of feminism is discursive effect of the very power structures that ostensibly represent it. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് 120-ലധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ചു പോകുന്നത്, ഒരുപാട് വിശദീകരിക്കാത്തത്. കൃത്യമായിട്ട് നിങ്ങൾ അത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. And which of the following best describes Butler's critique of the metaphysics of substance in relation to gender? ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ബട്ട്ലർ പറയുന്ന ഒരു ടേമാണ് മെറ്റാഫിസിക്സ് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് ഈ മെറ്റാഫിസിക്സ് ഓഫ് സബ്സ്റ്റൻസ്? It is the philosophical error of assuming a doer exists prior to the deed or gendered act. ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിന് മുന്നേ അത് ചെയ്ത ആളുണ്ടാകണം. അതൊരു ഫിലോസഫിക്കൽ എറർ ആണ്. അതിനെ ആര് അംഗീകരിക്കുന്നില്ല? മെറ്റാഫിസിക്സ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തെ ജെൻഡർ ഡിസ്കഷൻസിലേക്ക് വരുന്ന സമയത്ത് ബട്ട്ലർ അംഗീകരിക്കുന്നില്ല. ഒരു ആക്ട് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഡൂവർ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാണ് ആള് പറയുന്നത്. ആക്ട് ചെയ്യുമ്പോഴാണല്ലോ അവിടെ ഡൂവർ ഉണ്ടാകുന്നത്, അല്ലെ? യെസ്. Then Butler argues that sex and gender distinctions is problematic because sex, gender ഇവകൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക അത്ര എളുപ്പമല്ല എന്നാ പറയുന്നത്. അതിനുള്ള കാരണം it suggests that sex is pre-discursive or natural surface upon which culture acts when sex is itself culture construct. അപ്പോൾ സെക്സ് നാച്ചുറൽ ആയിട്ടാണ് അവർ പറയുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, സെക്സ് കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതാണ് ശരി. ദെൻ അടുത്തതിലേക്ക് നമുക്ക് വരാം. How does Butler reinterpret Simon de Beauvoir's "One is not born but rather becomes a woman"? സൈമൺ ടി ബോവർ പറഞ്ഞതാണ് "One is not born but rather becomes a woman." എങ്ങനെയാണ് ബട്ട്ലർ അതിനെ റീഇന്റർപ്രറ്റ് ചെയ്യുന്നത്? Yes, to show the gender is becoming with no beginning or end, effectively destabilizing the subject who becomes. ജെൻഡറിന് എന്തില്ല? അതിന് ഒരു തുടക്കമോ അവസാനമൊന്നുമില്ല, വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ജെൻഡർ എന്നതിന് നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റൂൾസോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാനില്ല. Then in the heterosexual matrix, Butler argues that intelligibility is granted to bodies only when heterosexual matrixൽ ബട്ട്ലർ പറയുന്നത് ഒരു ശരീരത്തിന്റെ ഇന്റലിജിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് കിട്ടുന്നത്? യെസ്, ദേ എക്സിബിറ്റ് എ സ്റ്റേബിൾ ആൻഡ് കാഷ്വൽ കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് ഡിസയർ. ഇപ്പോൾ ഹെട്രോസെക്ഷൽ മാട്രിക്സിനുള്ളിൽ ഇന്റലിജിബിലിറ്റി വരുന്നത് ഒരു ശരീരം കൃത്യമായിട്ടും സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത്, സെക്സും ജെൻഡറും ഡിസയറും ഒക്കെ സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്താണ് ഹെട്രോസെക്ഷൽ മാട്രിക്സ് കൃത്യമാകുന്നത്. പക്ഷെ ഹെട്രോസെക്ഷൽ മാട്രിക്സിനെ ആര് അനുകൂലിക്കുന്നില്ല? ജൂഡിത്ത് ബട്ട്ലർ. Then Butler's concept of performity is distinct from performance because പെർഫോമിറ്റി എന്ന കോൺസെപ്റ്റും പെർഫോമൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പെർഫോമിറ്റിയും പെർഫോമൻസും ഒന്നല്ല എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. പെർഫോമിറ്റി എന്ന് പറയുന്നത് ഇസ് ദ പവർ ഓഫ് ഡിസ്കോഴ്സ് to produce that which it aims through repetition. ആവർത്തനത്തിലൂടെ നമുക്ക് ഒരു ഡിസ്കോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് പെർഫോമിറ്റി എന്ന് പറയുന്നത്. അതെന്തല്ല, ഒരു ഒറ്റ പ്രവർത്തനമല്ല. ഇപ്പൊ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രവർത്തനമായിരിക്കും. പെർഫോമിറ്റി അങ്ങനെയല്ല, ആവർത്തനത്തിലൂടെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ജെൻഡർ പെർഫോമൻസ് എന്ന് പറയാതെ ജെൻഡർ പെർഫോമിറ്റി എന്ന് പറയുന്നത്. Then in her critique of Louis Irigaray, Monique Wheatley, Butler points out that recourse to a natural and or essential female sexuality is risky.
ബിക്കോസ് ഫീമെയിൽ സെക്ഷുവാലിറ്റി അത് നാച്ചുറൽ ആണ്, എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നത് വളരെ അപകടമാണ് എന്ന് പറയാനുള്ള കാരണം ഇറ്റ് advertently reinstates the very binary logic it intends to critique. Feminism ഫാലോ ലോഗോസെൻട്രിസം, ഫാലോ പ്ലസ് ലോഗോ എന്നാണ് ഫാലോഗോസെൻട്രിസം എന്ന് പറയുന്നത്. പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള അർത്ഥങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ബൈനറി ലോജിക് ഉണ്ട്. അതിനെ എതിരെയാണ് ഫെമിനിസം പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ് എന്ന് പറയുന്നതിലൂടെ ആ ഒരു ഫാലോഗോ സെൻട്രിസത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഫെമിനിസത്തിന് ഉപയോഗം ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. Then according to Butler, subversion is possible because subversion എന്തുകൊണ്ട് സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ the repetitive labor of gender is never a perfect topic, allowing for failures and re-signification within the performance. അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് അതൊരു റെപ്പിറ്റേഷൻ ഓഫ് ലേബർ ആണ്. ഒരു കാര്യം ഇങ്ങനെ നിരന്തരം ചെയ്യുക, അതൊരിക്കലും എന്തല്ല, ഒരു പെർഫെക്റ്റ് കോപ്പി അല്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകാം അല്ലെ. പെർഫോമൻസിന്റെ സിഗ്നിഫിക്കേഷൻസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കാം. എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഒരു ജെൻഡറിലുള്ള ഒരാള് ചെയ്യുക എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. ദെൻ അടുത്ത എസ്സെയാണ് പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ. ആഞ്ചല മാക്രോബിയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പോസ്റ്റ് മോഡേണിസത്തെ കാണുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം. So she argues it as a space for social change and political potential. സാമൂഹിക മാറ്റത്തിനും രാഷ്ട്രീയപരമായിട്ടുള്ള പല പൊട്ടൻഷ്യലിനും ഉള്ള സ്പേസ് ആയിട്ടാണ് പോസ്റ്റ് മോഡേണിസത്തെ കാണുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടാണ് പോസ്റ്റ് മോഡേണിസത്തിനെ ആള് കാണുന്നത്. Then according to McRobbie, postmodernism has allowed for inclusion of which group's voice? പോസ്റ്റ് മോഡേണിസം ഏതൊക്കെ ആളുകളുടെ ശബ്ദത്തെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് വളരെ പോസിറ്റീവ് ആയിട്ട് പറയുന്നത്. ഹിസ്റ്റോറിക്കലി ഡ്രൗണ്ട് ഔട്ട് ബൈ മോഡേണിസ്റ്റ് മെറ്റാനറേറ്റീവ്സ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അവരുടെ ശബ്ദങ്ങളെ കൂടി പോസ്റ്റ് മോഡേണിസം ഉൾക്കൊള്ളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then what does McRobbie call the new generation of intellectuals emerging in the post-modern era? പോസ്റ്റ് മോഡേൺ ഇറയിൽ വന്നിട്ടുള്ള പുതിയ ഒരു കൂട്ടം ഇന്റലക്ച്വൽസ് ഉണ്ട്. അവരാരാണ്? അവര് ബ്ലാക്കോ ഫീമെയിലോ വർക്കിംഗ് ക്ലാസ് ഒക്കെ ആകാം. അപ്പൊ പോസ്റ്റ് മോഡേണിസം വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ആള് മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. Then how does McRobbie define the role of popular culture within the post-modernism? പോസ്റ്റ് മോഡേണിസത്തിനകത്ത് പോപ്പുലർ കൾച്ചറിന്റെ റോൾ എന്താണ്? Yes, as a site of immense social psychic complexity and potential empowerment. ഒരുപാട് സാമൂഹിക മാനസിക സങ്കീർണതകളിലേക്ക് അതുപോലെ പൊട്ടൻഷ്യൽ എംപവർമെന്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? പോപ്പുലർ കൾച്ചറിന് കഴിയും എന്നാണ് അവര് പറയുന്നത്. Then McRobbie പറയുന്നത്. Then what is the key to studying postmodern culture for McRobbie, especially when looking at the fashion industry or youth culture? ഫാഷൻ ഇൻഡസ്ട്രി, യൂത്ത് കൾച്ചറിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് പോസ്റ്റ് മോഡേൺ കൾച്ചറിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എത്നോഗ്രഫിക് ആൻഡ് എംപിരിക്കൽ വർക്കാണ്. അപ്പൊ കുറച്ചുകൂടി അനുഭവത്തിലൂടെ ഒക്കെയാണ് ആര് പഠിക്കുന്നത്? പോസ്റ്റ് മോഡേൺ കൾച്ചർ പഠനം നടത്തുന്നത്. Then which term does McRobbie uses to describe the study of popular culture, suggesting it should be free from rigid boundaries? ഇപ്പൊ McRobbie പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിന് റിജിഡ് ബൗണ്ടറീസിൽ നിന്നൊക്കെ സ്വതന്ത്രമായിരിക്കണമെന്ന് പറയാൻ യൂസ് ചെയ്തിട്ടുള്ള ടേമാണ് അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ. അപ്പൊ എന്താൻ പാടില്ല? ഒരു സ്റ്റഡി അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ സ്റ്റഡി ഒരിക്കലും റിജിഡ് ആയിരിക്കില്ല. അതിന് യൂസ് ചെയ്യുന്ന ടേം അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ, മറ്റാർക്കും മാറ്റം വരുത്താൻ കഴിയാത്തത് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. Then in the context of postmodernism, McRobbie argues that the intellectual's privilege to distribute knowledge is being threatened by which of the following? താഴെ തന്നിരിക്കുന്നതിൽ അറിവിന്റെ വിതരണത്തിന് ഭീഷണിയാകുന്ന ഇന്റലക്ച്വൽ പ്രിവിലേജ് ആയിട്ട് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് പോപ്പുലർ നെറ്റ്വർക്ക്സ് ഓഫ് നോളജ്. അറിവിന്റെ പോപ്പുലർ നെറ്റ്വർക്ക് ആണ്, എന്നാൽ അത് എന്തല്ല, സിസ്റ്റമാറ്റിക് അല്ല, സിസ്റ്റമൈസ്ഡ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. So postmodernism allows for voices from the margins, including ethnic, gender, class-based perspectives, to challenge the previously privileged domain of modernist intellectuals. മോഡേണിസ്റ്റ് ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ അതിനെല്ലാം ചലഞ്ച് ചെയ്യുന്നതാണ് പോസ്റ്റ് മോഡേണിസം എന്നാണ് McRobbie പറയുന്നത്.
Then Macrobie described cultural studies as an undisciplined discipline. What does she mean by this? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആ മാറ്റം വരില്ല അല്ലെ. ഇറ്റ് മസ്റ്റ് കോൺസ്റ്റന്റ്ലി റിഫോം ആൻഡ് റീഇൻവെന്റ് ഇറ്റ്സെൽഫ് ടു അഡ്രസ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിനനുസരിച്ച് ഇതെന്ത് ചെയ്യും? സ്വയം കോൺസ്റ്റന്റ് ആയിട്ട് റിഫോം ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, റീഇൻവെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്ലെക്സിബിൾ ആണ് എന്നാണ് അതിനർത്ഥം കേട്ടോ. ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് സ്വയം റിഫോം ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, സ്വയം റിഫോം ചെയ്തുകൊണ്ടേയിരിക്കണം. Then according to Macrobie, how does postmodernism affect the traditional binary between high and low culture? ഹൈ ലോ കൾച്ചർ എന്ന് പറയുന്ന ബൈനറി ഉണ്ടല്ലോ, അവകളെ എങ്ങനെയാണ് പോസ്റ്റ് മോഡേണിസം എഫക്ട് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ക്രിയേറ്റ്സ് എ മോർ ഇന്റർകണക്റ്റഡ് അപ്രോച്ച് ദാറ്റ് കൊളാപ്സ് ദീസ് ഡിസ്റ്റിങ്ഷൻ. ഈ വ്യത്യാസങ്ങളെയൊക്കെ കൊളാപ്സ് ചെയ്യുന്ന ഒരു ഇന്റർ കണക്റ്റഡ് അപ്രോച്ച് ആയിട്ടാണ് എന്തിനെ പറയുന്നത്? പോസ്റ്റ് മോഡേണിസത്തെ പറയുന്നത്. Then which research method does Macrobie emphasize as essential for capturing real experience in cultural studies? Cultural studies റിയൽ എക്സ്പീരിയൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എത്നോഗ്രഫിക് ആൻഡ് എംപിരിക്കൽ വർക്ക് ആ രീതിയാണ് വേണ്ടത്. Then in her critique of youth culture, Macrobie views new youth trends as. യൂത്ത് കൾച്ചറിനെ കുറിച്ച് നിരൂപണം നടത്തുന്ന സമയത്ത് മാക്രോബി യൂത്ത് ട്രെൻഡിനെ എങ്ങനെയാ കാണുന്നത്? യെസ്, ഇമേജ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഒരുപാട് സാമൂഹിക മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് യൂത്ത് കൾച്ചർ. Then which of this is not one of the four subcodes Macrobie identified as structured ideology of Jackie Magazine? ജാക്കി മാഗസിന്റെ സ്ട്രക്ചേർഡ് ഐഡിയോളജിയിൽ ഉൾപ്പെടുത്താത്തത് എന്ത്? അപ്പൊ 4 സബ് കോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് എന്ത് പറയുന്നില്ല? മാൾ കൾച്ചറിനെ കുറിച്ച് പറയുന്നില്ല. കോഡ് ഓഫ് റൊമാൻസ് പറയുന്നുണ്ട്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി പറയുന്നുണ്ട്, പോപ്പ് മ്യൂസിക് പറയുന്നുണ്ട്, കൂടാതെ പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, അതാണ് 4ാമത്തത്. അപ്പൊ റൊമാൻസ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി, പോപ്പ് മ്യൂസിക്, പേഴ്സണൽ ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ് എന്ത് പറയുന്നില്ല? മോൾ കൾച്ചർ പറയുന്നില്ല. ഓക്കെ. Then Macrobie primary critique of Frederick Jameson's account of post-modernity centers on his view of second-hand plundering of culture. Why does she disagree with this deathly reading of these practices? Frederick Jameson എന്ന് പറയുന്ന ക്രിട്ടിക്ക് സെക്കൻഡ് ഹാൻഡ് പ്ലണ്ടറിങ് എന്ന് പറയുന്ന ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട് കൾച്ചറിന്റെ. എന്നാൽ ഫ്രെഡറിക് ജെയിംസന്റെ ഈ ഒരു അഭിപ്രായത്തോട് ആര് യോജിച്ചിട്ടില്ല? മാക്രോബി യോജിച്ചിട്ടില്ല. കാരണം she argues that do-it-yourself plundering by youth provides a space to impregnate an adult social order with the politics of their identities. അപ്പൊ കൾച്ചറിനെ കുറിച്ചുള്ള ഈ ഒരു യൂത്ത് കൾച്ചറിന്റെ രീതികൾ ശരിയല്ല എന്ന ജെയിംസന്റെ അഭിപ്രായത്തോട് ആര് യോജിക്കുന്നില്ല? നമ്മുടെ എഴുത്തുകാരി യോജിക്കുന്നില്ല. കാരണം അത്തരം പ്രവണതകളിലൂടെ യൂത്തിന് പല മാറ്റങ്ങളും കൂടെ കൊണ്ടുവരാൻ പറ്റും, ക്രിയാത്മകമായി പലതും ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ എഴുത്തുകാരി പറയുന്നത്. ഓക്കെ. Then in the essay Postmodernism and Popular Culture, Macrobie welcomes postmodernism as a coming into being of which specific group? ഇപ്പൊ പോപ്പുലർ കൾച്ചർ ഇതിനകത്ത് പോസ്റ്റ് മോഡേണിസം എന്തിനെയാണ് സ്വാഗതം ചെയ്യുന്നത്, ഏത് ഗ്രൂപ്പിനെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, അല്ലെ, those whose voices were historically drowned out by modernist meta-narrative mastery. മോഡേണിസ്റ്റുകളുടെ നറേഷൻസ് ഒക്കെ കാരണമായിട്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോയവരുടെ ശബ്ദമായിട്ടാണ് പോസ്റ്റ് മോഡേണിസം പ്രവർത്തിക്കുന്നത്. Then what does Macrobie mean when she describes cultural studies as undisciplined discipline? കൾച്ചറൽ സ്റ്റഡീസിനെ അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതിലൂടെ അത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഈ അൺഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോൺസ്റ്റന്റ്ലി അത് റിഫോം ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Then Macrobie critiques early semotic heavyweight criticism for which of the following methodological biases? താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെത്തഡോളജിക്കൽ ബയാസസിനെയാണ് മാക്രോബി വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഫോക്കസ് ഓൺ മെമ്മോറിയൽ ടെക്സ്റ്റ് while dismissing forgettable images of everyday life. Option B ആണ് ആൻസർ. She notes that traditional critics focused on high status text, whereas she calls for return of the textual thickness and visual density found in everyday popular consumption. ഇപ്പൊ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് ഹൈ തിക് ടെക്സ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗമുള്ള, നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മാക്രോബി കോൺസെപ്റ്റ് ഓഫ് മീഡിയ ഇന്റർഡിപെൻഡൻസി ആസ് ഡിസ്കസ്ഡ് ഇൻ ഹെർ അനാലിസിസ് ഓഫ് പോപ്പുലർ കൾച്ചർ?
അപ്പൊ ഇവിടെ മീഡിയ ഇന്റർഡിപെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി, a feeding of effect where different media forms are economically and culturally intertwined, such as pop music and children's TV. ഇവിടെ പലതരത്തിലുള്ള മീഡിയാസ് ഉണ്ട്, എല്ലാ മീഡിയാസും ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് ആള് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഡിയസ്, നമ്മളിവിടെ 125 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൾച്ചറൽ സ്റ്റഡീസ് ആണ്, കുറച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക മാത്രമാണ് ഇവിടുത്തെ ഉദ്ദേശം. ഒരുപാട് എക്സ്പ്ലനേഷനിൽ ഞാൻ പോയിട്ടില്ല. നമ്മൾ സാധാരണ ക്ലാസ് ചെയ്യുന്നത് പോലെ ഒരുപാട് എക്സ്പ്ലനേഷനിലൊന്നും പോയിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് വായിക്കുക. നമ്മുടെ ടെലഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.